السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ബഹുമാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമീകരിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുവാനുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ തനതായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആദർശ പ്രബോധന മേഖലയിൽ ആത്മാർത്ഥമായി സേവനങ്ങൾ ചെയ്തുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ ഉപയോഗപ്പെടുത്തുവാൻ നമുക്കെല്ലാം അനുഗ്രഹം വർഷിക്കുന്നതാണ്. ഇത്തരം ഇൽമിന്റെ മജ്‌ലിസുകളിൽ ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, സമ്പാദ്യ മാർഗങ്ങളിൽ, കുടുംബത്തിൽ, മക്കളിൽ, നമ്മുടെ ആയുസ്സിൽ എല്ലാം അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സിദ്ദീഖുകളുടെയും ശുഹദാഇന്റെയും സ്വാലിഹീങ്ങളുടെയും കൂടെ ഒരുമിച്ച് കൂടുവാനുമുള്ള മഹാഭാഗ്യം നൽകി സാധുക്കളായ ദുർബലന്മാരായ നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത മാസം 10-11 തീയതികളിലായി മലപ്പുറം ടൗണിനോട് ചേർന്ന് ദേശീയ പാതയോരത്ത് സംഘടിപ്പിക്കപ്പെടുന്ന കേരള യൂത്ത് കോൺഫറൻസ് എന്ന ഒരു മഹത്തായ പ്രോഗ്രാം, അതിൻ്റെ പ്രചാരണാർത്ഥമാണ് തസ്ഫിയ എന്ന പേരിൽ ഒരുപാട് പ്രദേശങ്ങളിൽ ഇത്തരം ആദർശ പഠന പ്രചാരണ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. തസ്ഫിയ എന്നാൽ ശുദ്ധീകരണമാണ്, ഫിൽട്ടറിംഗ് ആണ്. അഴുക്കുണ്ടാകുമ്പോഴാണ്
ശുദ്ധീകരിക്കൽ ആവശ്യമായി വരുന്നത്. ഏത് രംഗത്തും എടുക്കണം ശുദ്ധീകരണം നമ്മളൊക്കെ സാധാരണ നിർവഹിക്കാറുണ്ട്. ഒരു വാഹനം ഇടവിട്ട ദിവസങ്ങളിലെങ്കിലും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഒരു വീടാണെങ്കിലും അതിൻ്റെ അകം കഴിവതും എല്ലാ ദിവസവും ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ച് വൃത്തിയാക്കി ശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മൾ വിനിയോഗിക്കാറുള്ളത്. രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഒന്ന് വൃത്തിയാവാതെ ശുദ്ധിയാവാതെ നമ്മൾ ആരും മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങാറില്ല. നമ്മുടെ തുണിയും കുപ്പായവും ചെരുപ്പും അടക്കമെല്ലാം കൃത്യമായ ഇടവേളകളിൽ തസ്ഫിയ ശുദ്ധീകരണം നാം നിർവഹിച്ചുകൊണ്ടിരിക്കും. പള്ളികളും മദ്രസകളും കടകളും സ്ഥാപനങ്ങളും എല്ലാം നിശ്ചിതമായ സമയമാകുമ്പോൾ നമ്മളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ആദർശത്തിൽ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ സ്വാഭാവികമായും കടന്നുകൂടാവുന്ന ഒരുപാട് അഴുക്കുകളെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തും. എല്ലാത്തിനേക്കാളും വേറെ ഏറ്റവും അധികം ശുദ്ധീകരണം ആവശ്യമുള്ളത് ആ ഒരു മേഖലയിൽ തന്നെയാണ് എന്ന് സംശയിക്കാനില്ല. മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി വളർന്നു, 40, 50, 60, 70 കൊല്ലം അങ്ങനെ ജീവിച്ചു പോയി, ഇടയ്ക്കെപ്പോഴും മരണപ്പെട്ടു. അതോടുകൂടി എല്ലാം ആയി എന്നല്ല നമ്മൾ നമ്മളെ പറ്റി വിചാരിക്കേണ്ടത്. സ്വയം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാരെ പോലും തങ്ങളുടെ കാര്യത്തിൽ സദാ ജാഗ്രത പാലിക്കുകയും സ്വർഗം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ജീവിതത്തോളം കാത്തു സൂക്ഷിക്കുകയും ആ രംഗത്ത് ആവശ്യമായ ശുദ്ധീകരണ പ്രക്രിയകൾ തസ്ഫിയകൾ അവർ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്തതായി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 30ഓളം സ്വഹാബിമാരെ കുറിച്ച് പല ഘട്ടങ്ങളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ സ്വർഗത്തിലാണ് എന്ന് സന്തോഷവാർത്ത അറിയിച്ചത് കാണാൻ കഴിയും. 10 പേര് ഒന്നിച്ചു പറഞ്ഞു. അതാണ് അശ്റഫുൽ മുബശ്ശറൂൻ, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേർ എന്ന് പറയപ്പെടുന്ന 10 സ്വഹാബിമാർ. അതല്ലാതെയും 20ഓളം സ്വഹാബിമാരെ കുറിച്ച് പേരെടുത്തുകൊണ്ട് അവർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കാണാം. ഉദാഹരണമായി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അശ്റഫുൽ മുബശ്ശരീൻപ്പെട്ടവരല്ല, എന്നാൽ അവരെ കുറിച്ച് വിവരങ്ങൾ പറഞ്ഞു. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ 2 നേതാക്കളാണ് ഹസൻ ഹുസൈനും റളിയല്ലാഹു അൻഹുമ. ബിലാൽ മുഅദ്ദിൻ, നബിയുടെ മുഅദ്ദിനാണ്, ബാങ്ക് വിളിക്കുന്നവരാണ്. ആ ബിലാലിന്റെ ചിലപ്പടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് സ്വർഗീയ സ്ത്രീകൾ നേതാവാണ് എന്ന് ഹദീസിൽ വന്നത് കാണാൻ കഴിയും. ഉക്കാശ ഇബ്നു ഹസ്സൻ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ശിക്ഷയില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചത്. ഇങ്ങനെ പല സ്വഹാബിമാരെ കുറിച്ച് പലപ്പോഴായി പ്രവാചകർ പേരെടുത്തു പറഞ്ഞു അവരൊക്കെ സ്വർഗത്തിലാണ്. പൊതുവായി എല്ലാ സ്വഹാബത്തെയും കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, വകുല്ലൻ എല്ലാ സ്വഹാബിമാർക്കും വഅദല്ലാഹുൽ ഹുസ്ന, ഏറ്റവും മെച്ചമായത് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എല്ലാ സ്വഹാബത്തിനും അല്ലാഹു തആല ഏറ്റവും മെച്ചമായത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഏറ്റവും മെച്ചമായത് എന്താ? അൽ ഹുസ്ന, അൽ ജന്ന. കാണാം, ഏറ്റവും മെച്ചമായത് സ്വർഗമാണ്. അപ്പൊ എല്ലാ സ്വഹാബത്തിനും സ്വർഗമുണ്ട് എന്ന് പൊതുവായി പറഞ്ഞു. റളിയല്ലാഹു അൻഹും വറദു അൻഹു, മുഹാജിറും അൻസ്വാരികളുമായ സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞു. അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു.
തൃപ്തിപ്പെടുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായി പേരെടുത്തുകൊണ്ട് 30ഓളം സഹാബികളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു അവർ സ്വർഗത്തിലാണ്. എന്നാൽ ആ സഹാബിമാർ പോലും അവർ സിദ്ധകാലം പരിശോധിച്ചാൽ അവിടെയെല്ലാം സ്ഥിരമായ തസ്ബീഹകൾ, ശുദ്ധീകരണങ്ങൾ അവർക്ക് നിർവഹിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വഹാബിയാണ് നബി തങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ സ്വഹാബിയായ സാഹിബു സിർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. ഹുദൈഫത്തുൽ യമാൻ ഔ ഹുദൈഫത്തുൽ യമാൻ, അദ്ദേഹത്തിന് സാഹിബു സിർ എന്നാണ് സ്ഥാനപ്പേര്. രഹസ്യ സൂക്ഷിപ്പുകാരൻ അഥവാ മുസ്ലിം ഉമ്മത്തിന് പൊതുവായി അറിയേണ്ടുന്ന എന്നാൽ പരസ്യപ്പെടുത്താൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സ്വകാര്യമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഹുദൈഫയെയാണ് അറിയിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഒരു കാര്യം സ്വകാര്യമായി ഏൽപ്പിച്ചാൽ അത് കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്ന സ്വഹാബിയായിരുന്നു അദ്ദേഹം. ഒരാളോടും അത് വെളിപ്പെടുത്തുകയില്ല. നബി തങ്ങളുടെ സ്വകാര്യങ്ങളെ, രഹസ്യങ്ങളെ നബി തങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന സ്വഹാബിയാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു സ്വകാര്യമായിരുന്നു മദീന പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന, ജമാഅത്തിൽ പങ്കെടുക്കുന്ന, യുദ്ധങ്ങളിൽ പോലും പേര് കൊടുക്കുന്ന ചില ആളുകളൊക്കെ യഥാർത്ഥ വിശ്വാസികളല്ല, കാപട്യമുള്ളവരാണ്, കപടന്മാരാണ്. പുറത്തേക്ക് വിശ്വാസികളായി അഭിനയിക്കുകയാണ്, ഉള്ളിൽ അവർക്ക് വിശ്വാസമില്ല, മുനാഫിഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലരെ കുറിച്ച് ഹുദൈഫക്ക് പറഞ്ഞു കൊടുത്തു. ആരൊക്കെയാണ് എന്ന് നബി തങ്ങൾ പേരും പറഞ്ഞു കൊടുത്തു. 12 ആളുകളെ നബി തങ്ങൾ പരസ്യമായി പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നവല്ല അവർ മുനാഫിഖാണ്, അതിൽ മാത്രം ശിക്ഷയുള്ള, അതിൽ മാത്രം ശല്യമുള്ളവർ, അവരാർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് നബി തങ്ങൾ വ്യക്തമായി പരസ്യപ്പെടുത്തി അവർക്ക് മുനാഫിഖ് തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ളവരെ നബി തങ്ങൾ ആരോടും വെളിപ്പെടുത്തിയില്ല, പരസ്യപ്പെടുത്തിയില്ല. ഹുദൈഫത്തുൽ യമാനിക്ക് മാത്രം പറഞ്ഞു കൊടുത്തു, ഇന്ന ആളുകളൊക്കെ കപടന്മാരാണ് കേട്ടോ. അത് ഏതെങ്കിലും രംഗത്ത് അവരെ മുന്നിലേക്ക് ഇറങ്ങിയാൽ അവരെ കണ്ട് പെട്ടുപോകേണ്ടതില്ല എന്നതിലേക്ക് യുദ്ധമുണ്ടാകുമ്പോൾ അവരുടെ ആദ്യം വന്ന് പേര് കൊടുക്കും. അവസാനം യുദ്ധസമയമാകുമ്പോഴേക്ക് എന്തെങ്കിലും ന്യായം പറഞ്ഞവർക്ക് മെല്ലെ ഒഴിവായി പോകും. ദൗത്യങ്ങൾ പലതും ഏൽപ്പിക്കപ്പെടുമ്പോൾ ആവേശത്തോടെ മുന്നിലേക്ക് വരും. എന്നാൽ ദൗത്യം നിർവഹിക്കാൻ അവർ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അത്തരം ആളുകളെ കണ്ട് വഞ്ചിക്കപ്പെടേണ്ടതില്ല എന്ന നിലയ്ക്ക് നബി തങ്ങൾ ഏൽപ്പിച്ചതായിരുന്നു ഹുദൈഫത്തുൽ യമാനിയെ ഈ ആളുകളെ പേര് വരുന്നു. നബി തങ്ങളുടെ കാലശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ, സ്വർഗ്ഗത്തിലാണ് എന്ന് ഉറപ്പുള്ള സ്വഹാബി, വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഉമർ ഖത്താബിനെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. 3 കാര്യത്തിൽ എന്റെ റബ്ബ് എന്നോട് യോജിച്ചുവെന്നാണ് ഉമർ ഖത്താബ് പറഞ്ഞത്. ഉമർ ഖത്താബ് നബിയോട് പറഞ്ഞ 3 നിർദ്ദേശങ്ങൾ, ആ 3 നിർദ്ദേശങ്ങളെ ശരിവെച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിലെ വചനങ്ങൾ ഇറക്കി. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഹുദൈഫയെ വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അൻഷുറുക ബില്ലാഹ് ഹൽ സമ്മാനി ഫീഹി റസൂലുള്ളാഹ്. അല്ലേ ഹുദൈഫ, പടച്ച റബ്ബിനെ മുൻനിർത്തി ഞാനോട് കാര്യം ചോദിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ മദീനയിൽ ആരൊക്കെയാണ് കപടന്മാരെന്ന്. ആ കൂട്ടത്തിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ആ ഒരു ജാഗ്രതയാണ്. ഹുദൈഫ പറഞ്ഞു, അത് ഞാൻ വെളിപ്പെടുത്തുകയില്ല. നബി തങ്ങൾ ഏൽപ്പിച്ച സ്വകാര്യമാണ്, അത് വെളിപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞു, ആരൊക്കെയാണ് കപടന്മാർ എന്ന് എന്നോട് പറയേണ്ട കാര്യമില്ല, അത് വെളിപ്പെടുത്തേണ്ടതില്ല. എന്റെ പേരുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. അൻഷുറുക ബില്ലാഹ്, അല്ലാഹുവിന്റെ പേര് ചോദിക്കും ഹുദൈഫ, ഹൽ സമ്മാനി ഫീഹി റസൂലുള്ളാഹ്. ആ കൂട്ടത്തിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴും ഹുദൈഫ പറഞ്ഞു, ഞാനത് പറയില്ല, അത് ഞാൻ പറയില്ല, സ്വകാര്യമാണ്. ഉമർ ഖത്താബ് 3ാമത് ചോദിക്കുന്നുണ്ട്, ഹുദൈഫ ആരൊക്കെയാണ് മുനാഫിഖുകൾ എന്ന് പറയണ്ട, അത് ഞാൻ ചോദിച്ചിട്ടുമില്ല, എന്റെ പേരുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. അതേ പറയില്ല, താങ്കളുടെ പേരില്ല, ഇനി ഒരാളെ കുറിച്ച് പറയുകയില്ല.
ഇത് കേട്ടിട്ട് അടുത്തവൾ വരണ്ടാം, ഇത് കേൾക്കുമ്പോൾ അടുത്തവൾ വരും, എന്റെ പേരുണ്ടോ അങ്ങനെ ആരും വരേണ്ടതുമില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് കാണാൻ കഴിയും. അതാണ് അവരുടെ ജാഗ്രത. നമ്മളെ സംബന്ധിച്ചോ മുസ്ലിമായി ജനിച്ചു, പിന്നെ അങ്ങനെ കൂട്ടത്തിൽ ജീവിച്ചു പോകുന്നു. വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പലപ്പോഴും നമ്മളാരും അങ്ങനെ ഒരു പരിശോധന വിധേയമാക്കിയിട്ടില്ല. നമ്മളൊക്കെ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി വളർന്ന് നമ്മുടെ കാര്യമെല്ലാം ക്ലിയറാണ്, ഞാൻ ശരിയായ മുസ്ലിമാണ്, മുഅ്മിനാണ്, അഹ്ലുസുന്നയുടെ വക്താവാണ് എന്ന് സ്വയം സമാധാനിച്ചുകൊണ്ട് ജീവിതം കഴിഞ്ഞു പോവുകയാണ്. എന്താ നമ്മുടെ വിശ്വാസം, എന്താ നമ്മുടെ ആചാരം, എന്താ നമ്മുടെ അനുഷ്ഠാനം, എന്താ നമ്മുടെ രീതികൾ, സാമ്പത്തിക വിഷയങ്ങൾ, കച്ചവടങ്ങൾ, ഇടപാടുകൾ, ഹക്കും ബാക്കും നോക്കുന്നുണ്ടോ? അതൊന്നും നമ്മൾ പരിഗണിക്കാതെയില്ല. എന്നാലും ഞാനൊക്കെ മുസ്ലിമാണ് എന്ന, ഞാനൊക്കെ ക്ലിയറാണ് എന്ന ആ ഒരു ധാരണയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സ്വഹാബിമാരെ കുറിച്ച് കാണാം. നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് രണ്ട് സ്വഹാബിമാർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ പറയുമായിരുന്നു, തആലൗ നുഅ്മിൻ സാഅ, തആലൗ വരൂ നുഅ്മിൻ സാഅ, കുറച്ച് സമയം നമുക്ക് ഈമാൻ കൊള്ളാം, ഈമാൻ ഉണ്ടാക്കാം എന്ന് പറയുമായിരുന്നു. നമ്മളുടെ തമ്മിൽ പരിചയമുള്ള മനുഷ്യന്മാരെ വഴിയിൽ കണ്ടാൽ ചായ കുടിച്ചു പോകാം, ഒരു വെള്ളം കുടിച്ചു പോകാം എന്ന് പറയുന്ന സ്ഥാനത്ത് അവർ തമ്മിൽ കാണുമ്പോൾ പറയുന്ന പറച്ചത് തആലൗ നുഅ്മിൻ സാഅ, വരൂ കുറച്ച് നേരം നമുക്കൊന്ന് ഈമാൻ ഉണ്ടാക്കാം. രണ്ടാളും കൂടെ ഒഴിഞ്ഞിരുന്ന് പരലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, നരകത്തെ കുറിച്ച് പറയുന്നു, സ്വർഗത്തെ കുറിച്ച് പറയുന്നു, അല്ലാഹുവിനെ കുറിച്ച് പറയുന്നു, നബിയെ കുറിച്ച് പറയുന്നു, ഹദീസുകൾ പരസ്പരം ഓർമ്മപ്പെടുത്തുന്നു, ആയത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോകുന്നുവെന്ന് ഹദീസുകളിൽ കാണാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു സുഹൃത്തും കൂടെ തമ്മിൽ കരാറുണ്ടാക്കി. കുന്ന നതനാവൽ നുസൂല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയൻസിൽ യൗമൻ വഅൻസിൽ യൗമൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ്. അത് ഉമർ ഖത്താബിന്റെ കുടുംബമുണ്ട്, അയൽവാസികളുടെ കുടുംബമുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ സമയവും നബിയുടെ കൂടെ അങ്ങനെ നടക്കാൻ താല്പര്യമുണ്ടെങ്കിലും അവർക്ക് കഴിയില്ല. ജോലിക്ക് പോകണം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് എന്താ ചെയ്യാം, നബിക്ക് ഇറങ്ങുന്ന എല്ലാ വഹയും ലഭിക്കണമല്ലോ, ഒന്നും നഷ്ടപ്പെടാതെ പോകണമല്ലോ. എന്താണ് പരിഹാരം? അങ്ങനെ ഈ രണ്ട് അയൽവാസികൾ തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി, ഒരു ദിവസം ഞാൻ പോകാം നബിയുടെ കൂടെ, അന്ന് നിങ്ങൾ ജോലിക്ക് പോകുക എന്ന് രണ്ട് വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം തേടി പിടിച്ചു വരിക. രാത്രി ഇശാ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ പിരിയും. എന്നിട്ട് വന്നിട്ട് അയൽവാസികൾ തമ്മിൽ ഒരുമിച്ച് കൂടി നിൽക്കും. അന്ന് നബിയെ പഠിപ്പിച്ച എല്ലാ കാര്യവും അയൽവാസിക്ക് പകർന്നു കൊടുക്കും. പിറ്റേന്ന് അയൽവാസി നബിയുടെ കൂടെ പോകും. അന്ന് ഉമർ ഖത്താബ് ജോലിക്ക് പോയി. എന്ന് രണ്ടാളും വീട്ടിലേക്കുമുള്ള ഭക്ഷണവുമായി ഉമർ ഖത്താബ് വരും. ഞങ്ങൾ ഊഴം സ്വീകരിച്ചുകൊണ്ട് നബിയുടെ അടുക്കൽ ചെല്ലുമായിരുന്നു. ഒരു ദിവസം ഞാൻ ചെല്ലും, അടുത്ത ദിവസം അദ്ദേഹം ചെല്ലും. അങ്ങനെ ഞാൻ എന്റെ അയൽവാസിയായ ഒരു അൻസ്വാരിയും കൂടെ ഞങ്ങൾ തമ്മിൽ ധാരണയാക്കിയിട്ടാണ് ഞങ്ങൾ ദീൻ പഠിച്ചത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, എല്ലാവരും പറയും അബൂ ഹുറൈറയ്ക്ക് എല്ലാ ഹദീസും കിട്ടുന്നുണ്ട്, അബൂ ഹുറൈറയ്ക്ക് എല്ലാം കിട്ടുന്നുണ്ട് എന്ന് കൂടെയുള്ളവരൊക്കെ പറയും. അവരൊക്കെ ജോലിക്കും കച്ചവടത്തിനും ഒക്കെയായി പോകും. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് കച്ചവടമില്ല, ജോലിയില്ല, കുടുംബമില്ല, കൂട്ടുമില്ല. ഞാൻ നബിയുടെ കൂടെ തന്നെ സമയം കൂടും. അതുകൊണ്ടാണ് എനിക്ക് ധാരാളമായി കിട്ടിയത് എന്ന് അദ്ദേഹം പറഞ്ഞത് സ്വഹീഹായ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. പറഞ്ഞു വന്നത് സ്വർഗത്തിലാണ് എന്ന് സന്തോഷ വാർത്ത കിട്ടിയ സ്വഹാബിമാരടക്കമുള്ളവരുടെ രീതിയാണ്, നിലപാടാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അത് മുമ്പിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കാൻ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, അഹ്ലുസുന്നയാണ് എന്ന് സമാധാനിക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആത്മപരിശോധന, എന്റെ ഈമാൻ ശരിയാണോ, എന്റെ വിശ്വാസം ശരിയാണോ, എന്റെ രീതികൾ, ജീവിത രീതികൾ ശരിയാണോ എന്ന ഒരു അന്വേഷണത്തിന് പോലും പലപ്പോഴും തയ്യാറാവാറില്ല. അതല്ലേ വസ്തുത.
പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നമ്മൾ, 5 വക്ത ജമാഅത്തിന് പോകുന്നവർ അല്ലാതെയുള്ളവർ, എന്താണെങ്കിലും നമ്മുടെ പള്ളിയിൽ 10 ആളുകൾ ഒരു വക്ത നിസ്കരിക്കാമെന്നാൽ ആ 10 ആളുകളുടെ നിസ്കാരം ഒന്നിങ്ങനെ ഒന്ന് മാറി നിന്ന് നിരീക്ഷിച്ചാൽ ഈ 10 ആളുടെ നിസ്കാരം 10 രൂപത്തിലാണ് കാണുന്നത്. 10 ആളും 10 കോലത്തിലാണ്. റുക്കൂഉം സുജൂദും ഇജ്തിഹാദും ഒക്കെ അടക്കം എല്ലാവരും ഒരേപോലെയല്ല. 10 പേരും 10 രൂപത്തിലാണ് നിസ്കരിക്കുന്നത്. എങ്കിൽ ഇതിൽ ഏതാണ് ശരിയായ നിസ്കാരം? നിസ്കാരം എവിടെ നിസ്കാരം പഠിച്ചത്? നിസ്കാരം പഠിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി നിസ്കരിച്ചു കാണിച്ചു കൊടുത്തതാണ്. നബിയുടെ മിമ്പറിൽ കയറിയിട്ട്, സാധാരണ മിമ്പറിൽ കയറിയാൽ നബിയുടെ പതിവ് ജനങ്ങൾക്ക് അഭിമുഖമായി തിരിഞ്ഞു നിൽക്കും. ഒരിക്കൽ നബിയുടെ മിമ്പറിൽ കയറി എന്നിട്ട് ജനങ്ങൾക്ക് പ്രതിമുഖമായിരുന്നു കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നബിയുടെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. മിമ്പറിന്റെ മേൽ സുജൂദിന്റെ സമയമാകുമ്പോൾ നബിയുടെ മിമ്പറിന് താഴോട്ടിറങ്ങി താഴെ സുജൂദ് ചെയ്തു. അങ്ങനെ സുജൂദ് കഴിഞ്ഞാൽ വീണ്ടും മിമ്പറിൽ കയറി അങ്ങനെ മിമ്പറിന്റെ മുകളിലും താഴെയുമായി കൊണ്ട് നബിയുടെ നിസ്കരിച്ചു. സ്വഹാബിമാർ ചുറ്റുഭാഗം ഇത് കണ്ടിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിയുടെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടു പഠിക്കുവാനാണ്. നിങ്ങൾ എന്നെ മാതൃകയാക്കുവാനാണ്, എന്നെ പിൻപറ്റാനാണ്. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണേ. കണ്ടോ, നബിയുടെ മിമ്പറിൽ കയറി നിസ്കരിച്ചാൽ കാണിച്ചു പറയാണ്, നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിസ്കരിക്കണേ. അതാണ് നിസ്കാരം. ആ നിസ്കാരമാണോ ഞാൻ നിങ്ങൾ നിസ്കരിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ആലോചിച്ചു 30, 40, 50, 60 കൊല്ലമായി നമ്മൾ പലരും നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ നിസ്കരിക്കുന്നത് എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അന്ന് നിസ്കരിച്ച അതേ നിസ്കാരമാണോ എന്ന് ആലോചിക്കാൻ പോലും നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. ഈ നബിയുടെ നിസ്കാരം കിട്ടില്ല. നബിയുടെ സ്വന്തമായി ആലോചിച്ചതാണ് നിസ്കരിച്ചതാണോ? അല്ല. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് നബിയുടെ മുമ്പിൽ വെച്ച് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ടാണ് നബിയെ പഠിച്ചത്. ജിബ്രീലിനോട് കിട്ടി സ്വന്തമായി ഉണ്ടാക്കിയതാണോ? അല്ല. അല്ലാഹു തആല ജിബ്രീലിനെ അറിയിച്ചു കൊടുക്കുന്നു, വഹയി നൽകുന്നു. അത് പ്രകാരം ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മുമ്പിൽ വന്ന് അല്ലാഹു കൊടുത്ത വഹയി പ്രകാരം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. നബിയെ കണ്ട് സ്വഹാബത്ത് പഠിക്കുന്നു. സ്വഹാബിമാർ പലപ്പോഴും നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുന്നു തങ്ങളുടെ മക്കൾക്കും മറ്റു സ്വഹാബിമാർക്കും താബഈങ്ങൾക്കും എല്ലാം. എന്നവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് വെള്ളം കൊണ്ടുവരും. ഇമാം ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. എല്ലാവരും നോക്കി നിൽക്കെ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ പാത്രത്തിൽ നിന്ന് വുളൂ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വുളൂ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. അതാ സ്വഹാബത്ത് പഠിച്ച പാഠം. നമ്മൾ 114 ഇപ്പുറമാണ് ജീവിക്കുന്നത്. 1400 കൊല്ലങ്ങൾ പിന്നിട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നബിതങ്ങളിൽ നിന്ന് 43, 44, 45 ഒക്കെ തലമുറകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എങ്കിൽ അന്ന് നബിതങ്ങൾ മിമ്പറിൽ നിസ്കാരം നമ്മൾ കണ്ടിട്ടില്ല, കണ്ടവരെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അറിയുക നബിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു? നബിയുടെ നിസ്കാരം കണ്ടവർ അത് അതേപടി ശേഷക്കാർക്ക് പകർന്നു കൊടുത്തു. അത് അതേപടി അവർ പിന്നീട് പകർന്നു കൊടുത്തു. അത് പിന്നീട് ഗ്രന്ഥങ്ങളായി ഹദീസ് കിതാബുകളിൽ അത് അതേപടി ക്രോഡീകരിക്കപ്പെട്ടു. 2 ഗ്രന്ഥങ്ങൾ ആ വിഷയങ്ങൾ സാധാരണമായി പരിചയപ്പെടുത്തുന്നു. ശൈഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് പ്രഗൽഭനായ ഹദീസ് പണ്ഡിതൻ. അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി
സിഫത്തു സ്വലാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന തക്ബീർ ഇല തസ്ലീം കഅന്നക തറാഹ. നബിയുടെ നിസ്കാരത്തിന്റെ രൂപം സിഫത്തു സ്വലാത്തിൻ നബി, നബിയുടെ നിസ്കാരത്തിന്റെ രൂപം മിന തക്ബീർ ഇല തസ്ലീം, തക്ബീറുൽ ഇഹ്റാം മുതൽ സലാം വിടുന്നത് വരെ കഅന്നക തറാഹ, നീ നോക്കിക്കാണുന്നത് പോലെ. അതാണ് കിതാബിന്റെ പേര്, നീ നോക്കിക്കാണുന്നത് പോലെ. ആ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്, നബിയുടെ നിസ്കാരം എന്ന പേര്. ആ ഗ്രന്ഥം വായിച്ചാൽ നബികൾ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നിസ്കരിച്ച് കാണിക്കുകയാണെന്ന് തോന്നിപ്പോകും. ആ രൂപത്തിലാണ് അതിന്റെ ശൈലി. ഓരോന്ന് പറയുമ്പോഴും നബി ഇങ്ങനെ കൈ ഉയർത്തി, നബി കൈകൾ താഴ്ത്തി, നബി ഇങ്ങനെ വെച്ചു, പിന്നെ നബി ഇങ്ങനെ ചെയ്തു, പിന്നെ നബി അത് ചെയ്തു, പിന്നെ ഇത് ചെയ്തു. ഇങ്ങനെ നബികൾ ചെയ്ത ഓരോന്നും തെളിവടക്കം സ്വഹീഹായ ഹദീസ് മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് സിഫത്തു സ്വലാത്തിൻ നബി, നബിയുടെ നിസ്കാരം. കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാവുന്ന മറ്റൊരു ഗ്രന്ഥമാണ് സഈദ് ഖഹ്ത്വാനിയുടെ സ്വലാത്തുൽ മുഅ്മിൻ എന്ന ഗ്രന്ഥം. 3 വാള്യമാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചർച്ചകൾ, ഫർദായ നിസ്കാരം, സുന്നത്തായ നിസ്കാരങ്ങൾ, രോഗിയുടെ നിസ്കാരം, യാത്രക്കാരുടെ നിസ്കാരം, വുളൂ ചെയ്യുന്ന രീതി, കുളിക്കുന്ന രീതി, തൈലം ചെയ്യുന്ന രീതി മുതൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ മസ്അലകളെയും ഹദീസുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് സ്വലാത്തുൽ മുഅ്മിൻ, സത്യവിശ്വാസ നിസ്കാരം എന്ന പേര്. സഹോദരങ്ങളെ, ഇതൊക്കെ സമൂഹത്തിലുണ്ട്. നമ്മളോ കൊല്ലങ്ങളായി, പതിറ്റാണ്ടുകളായി നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര വക്ത് നിസ്കരിച്ചു? ഒരു ദിവസം ഏറ്റവും ചെറിയത് 5 വക്ത് ഫർദ് നിസ്കാരം നിസ്കരിക്കും. ഒരു മാസത്തിലാണ് 150 വക്ത് ഫർദ് നിസ്കരിക്കുന്നു. ഒരു കൊല്ലത്തിലാണ് 1800 ഫർദ് നിസ്കരിക്കുന്നു. ഒരു കൊല്ലത്തിൽ 10 കൊല്ലം നിസ്കരിച്ചതാണ് 18,000 വക്ത്. 18,000 വക്ത് 50 കൊല്ലം ഒരാൾ നിസ്കരിച്ചാൽ അതിനനുസരിച്ച് അയാള് ഫർദ് നിസ്കാരങ്ങൾ വരുന്നു. ഏതാണ് 90,000 വക്ത് അയാൾ നിസ്കരിക്കും 5 കൊല്ലം കൊണ്ട്, അല്ല 50 കൊല്ലം. 50 കൊല്ലം അയാൾ നിസ്കരിച്ചാൽ ഇത്രയേറെ അയാൾ നിസ്കരിക്കുന്നുവെങ്കിൽ ഇത്രയും തവണ ഫർദായ നിസ്കാരം നിസ്കരിച്ചിട്ട് ഇന്നേ വരെ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല എന്റെ നിസ്കാരം നബിയുടെ നിസ്കാരമാണോ, നബിയെ അന്ന് നിസ്കരിച്ച അതേ നിസ്കാരമാണോ ഞാൻ നിസ്കരിക്കുന്നത്, അതോ താവഴിയായി കിട്ടിയ ആരെങ്കിലോ ചെയ്തു കാണിച്ച എവിടെന്നോ കണ്ടുപിടിച്ച ചില നിസ്കാരങ്ങൾ അങ്ങനെ നിസ്കരിച്ചു പോവുകയാണോ? നബിയെ പറഞ്ഞു, ഒരാൾ നിസ്കരിച്ച് പിരിയുമ്പോൾ അയാൾക്ക് പക്ഷെ രേഖപ്പെടുത്തപ്പെടുക ആ നിസ്കാരത്തിന്റെ 10-1 ഒരാൾ നിസ്കരിച്ച് പിരിയുമ്പോൾ അവൻ രേഖപ്പെടുത്തപ്പെടുക ആ നിസ്കാരത്തിന്റെ 10-1 ഔ തുസ്റുഹു ഔ സുബുഹു ഔ സുബുഹു ഔ സുദുസുഹു, അല്ലെങ്കിൽ 9-1, 8-1, ചില ആളുകൾക്ക് 7-1, ചിലർക്ക് 6-1, 5-1, 4-1, 3-1, 2-1 പകുതി. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ആ നിസ്കാരം രേഖപ്പെടുത്തപ്പെടുക. 10 ആള് ഒരേ പള്ളിയിൽ ഒരേ ഇമാമിന്റെ പിറകിൽ ഒരേ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ 10 ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലം 10 രൂപത്തിലാണ്. എന്തേ കാരണം? ഈ ഏറ്റവും വ്യത്യാസം തന്നെയാണ്. തർക്കമില്ലാത്ത വിഷയമാണ് നിസ്കാരം. അതിന്റെ അവസ്ഥ അല്പം പറഞ്ഞു. ഈ നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ എടുത്താലും ഇതേ രൂപത്തിൽ നമുക്ക് അവിടെ പഠന വിധേയമാക്കി നോക്കാം. ഹജ്ജ് നബിതങ്ങൾ ചെയ്ത് കാണിച്ചതാണ്. ഹിജ്റ 10-ാം വർഷം ദുൽഹിജ്ജയിൽ നബിതങ്ങൾ ഹജ്ജിനായി പോയി. നബിതങ്ങൾ പറഞ്ഞു ഈ വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഇതുപോലെ കാണണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് ഇപ്പോൾ കൃത്യമായി പഠിച്ചുകൊള്ളുക. നബിതങ്ങൾ ഓരോന്ന് ചെയ്ത് കാണിച്ചു. സ്വഹാബിമാർ കണ്ടുപഠിച്ചു. സംശയമുള്ളതെല്ലാം ചോദിച്ചു. ഏറ്റവും അധികം സ്വഹാബിമാർ ചോദ്യം ചോദിച്ചത് നബിയോട് ആ ഹജ്ജിന്റെ സമയത്താണ്. ഉണ്ടായ
അവിടെ 3 മാസം കഴിഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഹജ്ജിന്റെ അമൽ ചെയ്ത് പഠിപ്പിച്ചതാണ്. ഓരോന്നും അങ്ങനെയാണ്. ഇഖ്റാഉം ദുആയും തസ്ബീഹും സ്വലാത്തും മുതൽ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളെയും ദീനുമായി ബന്ധപ്പെട്ട മതത്തിന്റെ ഭാഗമായ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തും പറഞ്ഞും പഠിപ്പിച്ചതല്ലാത്ത ഒന്ന് ദീനില്ല. അതാണ് ഇസ്ലാമിന്റെ സവിശേഷത. അതിനെ പിൻപറ്റുന്നതിന് പറയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഇത്ര ചെറിയ കാര്യമായിരുന്നു. വെള്ളം കുടിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കുടിക്കണം. ആരാ പഠിപ്പിച്ചത്? അല്ലാഹു റസൂൽ. ഇരുന്ന് കുടിക്കണം, ബിസ്മില്ലാഹി കുടിക്കണം, സാവകാശം കുടിക്കണം. ആ വെള്ളത്തേക്ക് ശ്വാസം അയക്കാൻ പാടില്ല. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ആര് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെരുപ്പിടുമ്പോൾ വെള്ളത്തേക്കാൾ ആദ്യം ചെരുപ്പിടണം. തലമുടി ചെയ്യുമ്പോൾ വലതു ഭാഗമാദ്യം ചെയ്യണം. കുപ്പായമിടുമ്പോൾ വെള്ളത്തേക്ക് ആദ്യം ധരിക്കേണ്ടത്. ആരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ കണ്ടാൽ പുഞ്ചിരിക്കണമെന്ന് പോലും ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബികൾ പിന്നെ പഠിപ്പിക്കാത്ത വേറെ കുറെ ഉണ്ടാകും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ രംഗത്തും ആവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയത്. നബിയുടെ സ്വഹാബിമാർ ആ ദീനിൽ അതേപടി പഠിച്ചു. നേരത്തെ പറഞ്ഞല്ലോ ചില സംഭവങ്ങൾ. നബിയുടെ പിന്നാലെ നടന്ന് രാവും പകലും സഹവസിച്ച് നബിയുടെ കൂടെ കൂടി ഓരോന്നും ചോദിച്ചും കണ്ടും പഠിച്ചും നബികളെ അപ്പടി മാതൃകയാക്കിയ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബത്തിനെ കണ്ടുപിടിച്ച താബിഈകൾ, സ്വഹാബിമാരെ കൂടെ കൊണ്ടുവന്ന് വളർത്തിയെടുത്ത താബിഈകൾ. ഓരോന്ന് ചെയ്യുമ്പോഴും സ്വഹാബിമാർ പറയും കുന്നാ നഫ്അൽ അലി കുന്നാ നഖൂൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. ഈ കാലത്ത് നബിയുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെയാ പറഞ്ഞിരുന്നത് എന്ന് തുടങ്ങിയ ആ ശൈലിയിൽ സ്വഹാബിമാർ താബിഈകളെ പഠിപ്പിച്ചു. താബിഈകളിൽ നിന്ന് താബിഈകൾ അത് പിന്നീട് ഏറ്റുവാങ്ങി സ്വീകരിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. സൂറത്ത് തൗബയിൽ 100-ാമത്തെ ആയത്താണ്. ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസ്വാരികളുമായ ആളുകൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിന്തുടർന്നവരും ആ സ്വഹാബിമാരെ പിന്തുടർന്നവർ, ഇത്തബഊഹും അവരെ പിന്തുടർന്നവർ. ഒന്നുകിൽ ആദ്യകാലത്തുള്ള സ്വഹാബത്തിനെ പിൻപറ്റിയ അവസാനകാല സ്വഹാബിമാർ, അല്ലെങ്കിൽ സ്വഹാബത്തിനെ പിന്തുടർന്ന താബിഈകൾ, അല്ലെങ്കിൽ ആ സ്വഹാബത്തിനെ ഖിയാമത്ത് നാൾ വരെ പിൻപറ്റുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ തന്നെയും റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. സ്വർഗ്ഗത്തിലേക്ക് എത്താൻ ഉണ്ടാവേണ്ട അടിസ്ഥാന യോഗ്യത എന്താ? അല്ലാഹുവിനെ തൃപ്തിയാവുക, അല്ലാഹു നമ്മളെ തൃപ്തിയാവുക. ഇതുണ്ടോ സ്വർഗ്ഗത്തിലേക്ക് എത്താം. മരിക്കാൻ സമയത്ത് മലക്കുകളുടെ സന്തോഷ വാർത്തയുണ്ട്. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനപ്പെടുന്ന ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ. റാദിയതൻ മർദിയ്യ, നിനക്ക് അല്ലാഹുവിനെ തൃപ്തിയാണ്, അല്ലാഹു നിന്നെയും തൃപ്തിയാണ്. ഇത് അടിസ്ഥാന യോഗ്യത. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ സത്യനായ അടിമകളുടെ കൂട്ടത്തിൽ നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് അല്ലാഹു അറിയിക്കുന്ന അറിയിപ്പ് മലക്കുകൾ അവനെ കേൾപ്പിക്കുമെന്നാണ്. അവിടെ പറഞ്ഞ യോഗ്യത എന്താ? റാദിയതൻ മർദിയ്യ, അല്ലാഹുവിനെ തൃപ്തിയാകണം, അല്ലാഹു നമ്മളെ തൃപ്തിയാകണം. സ്വഹാബത്ത് നേടിയതോ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു.
ഇതാണ് സഹോദരങ്ങളെ നമ്മൾ നേടിയെടുക്കുക. അത് നേടാൻ കഴിഞ്ഞവരുടെ പേരാണ് മുസ്ലിം. അവരാണ് മുഅ്മിൻ, അവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതല്ലാതെ കേവലം അവകാശവാദം കൊണ്ടോ കേവലമായ അവകാശവാദമോ കേവലമായ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചില വിദ്യാധാരണകളോ കൊണ്ട് മാത്രം ഒരാൾ ശരിയായ വൃത്തിയാകുന്നില്ല എന്നർത്ഥം. ജനിച്ചത് കൊണ്ട് മാത്രമല്ലാതെ പാപ സുഖമായിട്ട് നാം മക്കൾക്ക് സുഖമായിട്ട് അതുണ്ടായിക്കൊള്ളുന്നില്ല. ഭർത്താവ് സുഖമായിട്ട് എല്ലാവരുടെ ഭാര്യ സുഖമായിട്ട് നാട്ടിലെ മഹലിനെ പറ്റി സുഖമായിട്ട് ആ പാപങ്ങൾ എല്ലാവരും സുഖമായിട്ട് അങ്ങനെ താവഴിയായി പാരമ്പര്യമായി മാത്രം കൈമാറി കിട്ടുന്ന ജന്മാവകാശമല്ല അത് നടത്തുന്നത്. ഒരാൾ എപ്പോഴും തെറ്റിപ്പോകാം, ശരിയായ വഴിയിൽ നിന്ന് എപ്പോഴും തെറ്റിപ്പോകാം. നമ്മൾ ഏത് പള്ളിയിൽ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച പങ്കെടുത്താലും അത് ഏത് പള്ളിയാവട്ടെ ആ പള്ളിയൊക്കെ ഇമാമുമാർ ഖതീബുമാർ ഓതുന്ന ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ കേട്ടത് ഈ ആയത്ത്? സൂറത്ത് ആൽ ഇംറാനിലെ വചനമാണ് മുഅ്മിനീങ്ങളോട് പറയുന്നത്. ജുമുഅയ്ക്ക് വന്ന അല്ലാഹുവിന്റെ പള്ളികളുടെ വിളി കേട്ട് ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് വന്ന മുഅ്മിനീങ്ങൾ വിശ്വാസികൾ അവരോട് ഖതീബ് പറയുന്നു വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. വലാ തമൂതുന്ന, മുഅ്മിനീങ്ങളെ നിങ്ങൾ മരിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഏ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം അല്ലാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങൾ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാവരുത്. കണ്ടോ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പൊതുവാസികളെ നിങ്ങൾ വിളിച്ചുകൊണ്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാകും എന്തിനാ പറഞ്ഞത്. വേണ്ടാത്തരം ചെയ്യുന്നവരെ, അവിശ്വാസികളെ, നിഷേധികളെ, കപടന്മാരെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇത്തഖുല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കണേ, ക്രമപ്രകാരം സൂക്ഷിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങളാരും മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാവരുത്. മുഅ്മിനീങ്ങളെ മുസ്ലിമായിക്കൊണ്ടേ മരിക്കാവൂ. എന്തിനായിരുന്നു എല്ലാ വെള്ളിയാഴ്ച ഉസ്താദ് പറഞ്ഞത്? ഏത് പള്ളിയിൽ പോയാലും, സലഫി പള്ളിയിൽ പോയാലും, സമസ്തയുടെ പള്ളിയിൽ പോയാലും, ഏത് മുസ്ലിം പള്ളിയിൽ ചെന്നാലും അവിടെയെല്ലാമുള്ള ഉസ്താദുമാർ വെള്ളിയാഴ്ച ഖുത്ബയിൽ പറയുന്നു മുഅ്മിനീങ്ങളെ നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. എല്ലാ വഴിയിലും എല്ലാ ക്ലാസ്സിലും തുടക്കത്തിൽ ആ പ്രഭാഷകർ ഓർമ്മപ്പെടുത്തുന്നു വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നബി തങ്ങളും അങ്ങനെയാണ് ചെയ്തത്. നബി തങ്ങളുടെ എല്ലാ ഉപദേശങ്ങളിലും അവിടുത്തെ എല്ലാ പ്രഭാഷണത്തിലും തുടക്കത്തിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ആയത്തുകൾ ഓതി വെക്കുന്നുണ്ട്. അതിൽ ഒരു ആയത്തിലാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്തിനാണ് പറഞ്ഞത്? എന്തിനാണ് പറഞ്ഞത്? എത്ര വലിയ ഈമാനുള്ളവരും തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. എത്ര വലിയ വിശ്വാസിയും എത്ര വലിയ മുസ്ലിമും വഴിമാറി പോകാൻ സാധ്യത കൂടുതലാണ്. നബിയുടെ സ്വഹാബിയായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ സ്വഹാബിയാണ്. അശ്അരി കുടുംബം തന്നെ നബിയുടെ പ്രത്യേകമായ പ്രശംസ പിടിച്ചുപറ്റപ്പെട്ട കുടുംബമാണ് അശ്അരി കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട സ്വഹാബിയാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മിമ്പറിൽ ഖുത്ബ വഹിക്കുകയാണ്. നബിയുടെ കാലശേഷം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഖുത്ബ വഹിക്കുമ്പോൾ അദ്ദേഹം ഖുത്ബയിൽ പറഞ്ഞു ഇത്തഖൂ ഹാദ ശിർക ഫഇന്നഹു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംലി. ഇത്തഖൂ ഹാദ ശിർക, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. ഖതീബായ സ്വഹാബിയാണ്. ഒരു സ്വഹാബി ഖതീബായ
താഴെ ഇരിക്കുന്ന എല്ലാവരും ഒന്നുകിൽ സ്വഹാബിയായിരിക്കും അല്ലെങ്കിൽ താബിഈയായിരിക്കും. സ്വഹാബികളെ കണ്ടവർക്ക് താബിഈയാണ്. വിശ്വാസിയായിക്കൊണ്ട് സ്വഹാബിയെ കണ്ടാൽ അവരെ പിന്നെ താബിഈ. അതുകൊണ്ട് മിമ്പറിലെ ഖതീബ് സ്വഹാബിയാണെങ്കിൽ താഴെയുള്ള ശ്രോതാക്കൾ ഒന്നുകിൽ സ്വഹാബിമാർ അല്ലെങ്കിൽ താബിഈകൾ അവർ മാത്രമേ ആ സദസ്സിലുണ്ടാവൂ. അവരോടാണ് ഖതീബ് പറഞ്ഞത്, ഇത്തഖൂഹാ ശിർക, നിങ്ങൾ ഈ ശിർക സൂക്ഷിക്കണം. കാരണം ഫഇന്നഹു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംലി. ഒരു ഉറുമ്പ് എത്ര സ്വകാര്യമായാണോ അരിച്ചു കയറി വരിക, അതിനേക്കാൾ സ്വകാര്യമായി നിങ്ങളിലേക്ക് ശിർക്ക് വരും. ആരോടൊപ്പം? സ്വഹാബിമാരോട്. സ്വഹാബിമാരുടെ താപയിൽ അടങ്ങുന്ന സദസ്സിനോടാണ് ഖതീബ് പറയുന്നത്, നിങ്ങൾ ശിർക്ക് സൂക്ഷിക്കണേ. നമ്മളാരെങ്കിലും കേൾക്കുന്നുണ്ടോ ഈ ഉപദേശം? നമ്മുടെ ഉസ്താദുമാർ പറയുന്നുണ്ടോ ശിർക്ക് സൂക്ഷിക്കണേ എന്ന ഉത്ബോധനമുണ്ടോ? നമ്മോട് ആരെങ്കിലും പറഞ്ഞോ ഇതേവരെ നിങ്ങൾ ശിർക്ക് സൂക്ഷിക്കണേ എന്ന്? ഇല്ലെന്ന് മാത്രമല്ല, വല്ലവരും പറഞ്ഞാലോ അവരുടെ ആക്രോശമാണ്. പറഞ്ഞവരെ പറ്റി പ്രശ്നം, എന്താണോ നമ്മുടെ മുസ്ലിക്കാർക്കാണോ നമ്മുടെ ശിർക്കിയാണോ എന്ന് പറഞ്ഞവരെ ആക്ഷേപിക്കാനാണ് നമ്മൾ ശീലിച്ചത്. ഖതീബായ സ്വഹാബി പറഞ്ഞു, നിങ്ങൾ ശിർക്ക് സൂക്ഷിക്കണം. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഖതീബിനെ ചുറ്റും കൂടി പറഞ്ഞു, ലതഖ്റുജുന്ന മിമ്മാ ഖുൽത, നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ പിൻവലിക്കണം. ഞങ്ങളൊക്കെ ശിർക്കിലേക്ക് പോകുന്നു, ഞങ്ങളോട് ശിർക്ക് സൂക്ഷിക്കാൻ പറയുകയോ? അബൂ മൂസ അശ്അരി പറഞ്ഞു, ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല. ഞങ്ങളൊക്കെ താഴെ ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഖുത്ബ നിർവഹിച്ചപ്പോൾ ഞങ്ങളോട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? സ്വഹാബിമാർ മാത്രം താഴെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ മിമ്പറിൽ പറഞ്ഞു, ഇത്തഖൂഹാ ശിർക, നിങ്ങൾ ശിർക്ക് സൂക്ഷിക്കണം. ഫൈനഹു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംലി. അന്ന് ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയെ വകൈഫ നത്തഖീഹി യാ റസൂലല്ലാഹ്. നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചത്, നബിയെ ഇത്ര സ്വകാര്യമായി ഒരാൾ ശിർക്ക് സംഭവിക്കുമെങ്കിൽ എങ്ങനെയാ അവരെ സൂക്ഷിക്കാൻ കഴിയുക? എങ്ങനെയാ ശിർക്കിൽ രക്ഷപ്പെടാൻ കഴിയുക? അന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് വല്ല ശിർക്കും ചെയ്യുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചാൽ നീ പൊറുക്കണേ അല്ലാഹ്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ. അറിയാതെ വല്ല ശിർക്കും വന്നുപോയാൽ നീ അത് പുറത്തു തരണേ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുവെന്നാണ് അന്ന് അദ്ദേഹം കൊടുത്ത മറുപടി. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ആ ദുആ നിർവഹിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ മിമ്പറിൽ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വഹാബിമാർ നിർവഹിച്ച പ്രാർത്ഥന, ആ സ്വഹാബി ഖതീബായപ്പോൾ വീണ്ടും പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ പ്രാർത്ഥിച്ചോ? പഠിച്ചോനെ, അറിയാതെ ശിർക്ക് വരികയാണെങ്കിൽ നീ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞുകൊണ്ട് വല്ല ശിർക്കും സംഭവിക്കുന്നതിൽ നീ കാക്കണേ അല്ലാഹ് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ദുആ, സ്വഹാബിമാർ അവരെ പഠിപ്പിച്ച ദുആ നമ്മൾ ആരും നിർവഹിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ മറ്റു സ്വഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു, പ്രഗത്ഭനായ സ്വഹാബി അബൂ ദർദാ, നബി തങ്ങളുടെ സുന്നത്തിനെ അതേപടി പിൻപറ്റാൻ ശ്രമിച്ച സ്വഹാബിയായ അബൂ ദർദാ. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ദർദാ പറയുന്നുണ്ട്, ദഖല അലയ്യ അബൂ ദർദാ മുഗാദിബ. ഒരിക്കൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി ഭർത്താവായ അബൂ ദർദാ സ്വഹാബിയ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത്. ദഖല അലയ്യ അബൂ ദർദാ മുഗാദിബ. അബൂ ദർദാ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് കടന്നു വന്നത്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? നിസ്കരിക്കാൻ പോയ താങ്കൾ എന്താ ഇത്ര ദേഷ്യപ്പെട്ടു വന്നത്? എന്താ ചൂടാകുന്നത്? എന്താ പ്രശ്നം? അദ്ദേഹം എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? അല്ലാഹു റസൂൽ പഠിപ്പിച്ച രൂപത്തിലല്ല ഇത് ജനങ്ങൾ നിസ്കരിക്കുന്നത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ച പോലെയല്ല ആരുടെ നിസ്കാരം. എല്ലാവിധ
അനസ് റളിയല്ലാഹു അൻഹു നബിയുടെ കാലശേഷം മദീന വിട്ടു പോയവരാണ്. നബിയെ വഫാത്തായപ്പോൾ തീരുമാനിച്ചു ഇനി എനിക്ക് മദീനയിൽ ജീവിക്കാൻ കഴിയില്ല, നബിയില്ലാത്ത മദീനയിൽ ജീവിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അദ്ദേഹം ഒരു യാത്ര പോയി, കൂഫയിലേക്ക് ഡമാസ്കസിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ താബഈ പറയുന്നു, ദഖലതു അലാ അനസ് ബിദിമശ്ക വഹുവ യബ്കീ. ഞാൻ ഡമാസ്കസിൽ ചെന്നപ്പോൾ അവിടെ അനസ് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ഞാൻ ചെന്നു. ഡമാസ്കസിൽ എത്തിയപ്പോ നബിയുടെ സ്വഹാബിയായ അനസ് ബിൻ മാലിക് അദ്ദേഹം ഇവിടെയാണല്ലോ 10 കൊല്ലം നബിക്ക് സേവനം ചെയ്ത ആളാണ് അനസ്. 10 കൊല്ലം നബിയുടെ കൂടെ സദാസമയം ഖാദിമായി ഒപ്പം കൂടിയ ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഉമ്മു സുലൈമിന്റെ മകൻ, നബി തങ്ങളുടെ അടുത്ത ബന്ധുവാണ്. നബി തങ്ങളുടെ കുടുംബവുമായി ഏറെ ബന്ധം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ കുടുംബം. അദ്ദേഹത്തിന്റെ ഉമ്മ നബി തങ്ങളുടെ ഭാര്യമാർക്ക് സേവനം ചെയ്തൊപ്പമുണ്ടായിരുന്നു. അദ്ദേഹം നബിയോടൊപ്പം ചെറിയ പ്രായത്തിലെ വന്ന് കൂടി എനിക്ക് സേവനം ചെയ്ത ആളാണ് അനസ് ബിൻ മാലിക്. ഇതേപോലെ ഞാൻ ഡമാസ്കസ് എത്തിയപ്പോൾ അനസ് ബിൻ മാലിക്കിനെ കാണാൻ ഞാൻ ചെന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം കരയുകയാണ്. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം കരയുകയാണ്. ഞാൻ ചോദിച്ചു, മാലിക് എന്തേ താങ്കൾ കരയുന്നു? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിയാണ്, എന്താണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യം ഇന്ന് അതേപോലെ കാണുന്നില്ല. എല്ലാത്തിനും യാത്രകൾ സംഭവിച്ചു, എല്ലാത്തിനും മാറ്റം വന്നു. നിസ്കാരം മാത്രമാണ് ബാക്കിയുള്ളത്. ആ നിസ്കാരം തന്നെ പാഴായി തുടങ്ങിയിരിക്കുന്നു. ഈ അവസ്ഥ ആലോചിച്ച് കരയുകയാണ് എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നു, ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഇടയിലേക്ക് വന്നാൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നബിതങ്ങൾക്ക് പരിചയമില്ലാതെ ഉണ്ടാകുമോ? റസൂൽ വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞു. സങ്കൽപ്പിക്കുക, നബിതങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ല എന്ന് നബിതങ്ങൾ പറയുമോ? ഏതെങ്കിലും കാര്യം നബിതങ്ങൾക്ക് പരിചയമില്ലാതെ ഉണ്ടാകുമോ? അബൂ ദർദാ തിരിച്ചു ചോദിച്ചത്, ഹൽ യഅരിഫു മിൻകും ശൈആ, നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യം നബിക്ക് പരിചയമുള്ളതുണ്ടാവോ? ഇത് ഏത് കാലത്ത് ചോദിക്കുന്നു? സ്വഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിലാണ് സ്വഹാബിമാരെ ചോദിക്കുന്നത്. ആ അബൂ ദർദാവിന് നബി തങ്ങൾ ചില ഉപദേശങ്ങൾ നൽകി. അദ്ദേഹം പറയാ, അല്ലാഹുവിന്റെ റസൂൽ അബുൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ചില ഉപദേശങ്ങൾ നൽകി. അതിൽ ഒന്നാമത്തെ ഉപദേശം എന്താ? ലാ തുശ്രിക് ബില്ലാഹ് വഇൻ ഖുതിഅത ഔ മുഫ്തിത ഫീ റിവായ വഇൻ ഹുദ്ദിഖത. എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശം നൽകി. ഒന്നാമത്തെ ഉപദേശം, അബൂ ദർദാ, നീ ശിർക്ക് ചെയ്യാൻ പാടില്ല, അല്ലാഹുവിനെ പങ്കു ചേർക്കാൻ പാടില്ല. നിന്നെ കഷ്ണം കഷ്ണമാക്കി കൊത്തി നുറുക്കിയാലും ശരി, നീ അല്ലാഹുവിനെ പങ്കു ചേർക്കരുത്. നിന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാലും ശരി, അംഗച്ഛേദം ചെയ്യപ്പെട്ടാലും ശരി, നീ ശിർക്ക് ചെയ്യരുത്. മറ്റൊരു റിപ്പോർട്ടിൽ നിന്നെ തീയിട്ട് ചുട്ട് കഴിച്ചാലും ശരി, നീ റബ്ബിൽ പങ്കു ചേർക്കരുത്. എനിക്ക് നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശമായിട്ടുള്ളത് അബൂ ദർദാ പഠിപ്പിക്കുന്നത് സ്വീകാര്യോഗ്യമായ ഹസനായ റിവായത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ഉപദേശം, നിസ്കാരം ഒഴിവാക്കരുത്, ഫർളായ നിസ്കാരം ഒഴിവാക്കരുത്. ഫർളായ നിസ്കാരം ഒഴിവാക്കിയത് പിന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ല. മൂന്നാമത്തെ ഉപദേശം, നീ മദ്യം കഴിക്കരുത്. മദ്യപാനം എന്നത് എല്ലാ ശത്രുവിന്റെയും താക്കോലാണത്. അതുകൊണ്ട് നീ മദ്യപിക്കരുത്. കണ്ടോ, സ്വഹാബിക്ക് നബിതങ്ങൾ കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം ശിർക്ക് ചെയ്യരുത്. പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്താണോ ദീനായി പഠിപ്പിച്ചത് അതാണ് ദീൻ. ആ ദീൻ ആര് സ്വീകരിക്കുന്നുവോ അവർക്കുള്ള പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ.
കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും ഒന്നുമല്ല. ഒരു സുന്നി മുജാഹിദ് തർക്ക വിഷയം പറയുകയുമല്ല. അതിനപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം നമ്മൾ എല്ലാവരും നമ്മോട് ചോദിക്കുക, അവരവരോട് ചോദിക്കുക, അവരുടെ ആത്മവിമർശനം. ഞാൻ എന്നോട് ചോദിക്കുക, ഞാൻ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചു, എന്റെ നിസ്കാരം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നിസ്കരിച്ച അതേ നിസ്കാരം തന്നെ ആവണമെന്ന് ഒരു വാശി എനിക്കുണ്ടായിട്ടുണ്ടോ? ഒന്നു ചെയ്തത് ഒന്നു ചെയ്ത പോലെയാണോ? നിസ്കരിച്ചത് നിസ്കരിച്ച പോലെയാണോ? അതിലെ ഓരോ ചെയ്തിയും നബിയങ്ങൾ പഠിപ്പിച്ച പോലെയാണോ എന്ന് നമ്മൾ നമ്മോട് ചോദിക്കുക. എന്റെ വിശ്വാസകാര്യങ്ങൾ, എന്റെ ഈമാൻ കാര്യം, ആ ഈമാൻ കാര്യം അല്ലാഹു റസൂലും പഠിപ്പിച്ച അതേ വിശ്വാസകാര്യമാണോ ഞാൻ വിശ്വസിക്കുന്നത്? ഒന്നാമത്തെ വിശ്വാസകാര്യം എന്താ? അൽ ഈമാൻ ബില്ലാ. ഈമാൻ കാര്യം അതിൽ ഒന്നാമത്തേത് അൽ ഈമാൻ ബില്ലാ. ഇതിൽ ആർക്കൊക്കെ എല്ലാ മുസ്ലിങ്ങളും സമ്മതിക്കും, സുന്നി മുജാഹിദും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5, 11 കാര്യം. ഇതിൽ വ്യത്യാസമില്ല. ഈ 11 കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പാലിക്കുന്നത് അല്ലാഹു റസൂൽ പഠിപ്പിച്ച അതേ രീതിയിൽ തന്നെയാണോ, അല്ല വല്ല മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടല്ല, അതേപോലെയാണോ നമ്മൾ സ്വന്തമായിട്ടാണ്. എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ സകാത്ത്, എന്റെ ഹജ്ജ്, എന്റെ ദിക്ർ, എന്റെ ദുആ, എന്റെ സ്വലാത്ത് തുടങ്ങി എന്റെ ഖുർആൻ പറയണമടക്കമെല്ലാം അല്ലാഹു റസൂൽ പഠിപ്പിച്ച അതേ രീതിയിലാണോ എങ്കിൽ സ്വന്തമായിട്ടാണ്. അതല്ല അതിൽ നിന്നും മാറിയിട്ടുണ്ടോ എങ്കിൽ അഹ്ലുസ് സുന്നah വൽ ജമാഅ എന്ന് അവകാശപ്പെടുക എന്നല്ലാതെ അതുമായി ബന്ധമില്ല. ഇതാണ് അളവുകോൽ. ഈ അളവുകോൽ വെച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ അമലുകളെ നമ്മൾ പരിശോധന വിധേയമാക്കിയത്. പടച്ചറബിലുള്ള വിശ്വാസം എന്താ ഉദ്ദേശിക്കുന്നത്? ലോകത്തിൽ അല്ലാഹു വിശ്വസിക്കലാണ്. ലോകത്തിൽ അല്ലാഹുണ്ട്, ഈ ലോകം പഠിച്ച് പഠിച്ചവരാണ് എന്ന് വിശ്വസിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷ മനുഷ്യന്മാരും ആ വിശ്വാസമുള്ളവരാണ്. വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടായേക്കാം. ലോകത്ത് സത്താവില്ല, ഒരു ദൈവമില്ല എന്ന് പറയുന്ന ആരുണ്ടാവും? ഈശ്വരവാദികൾ എന്ന് പറയുന്നവർ പോലും ഉള്ളിൽ ഒരു വിശ്വാസം പറയണം. പഠിച്ചവർക്ക് പറയാനുള്ളൂ, അവർക്ക് പറയാം. കാരണം നമ്മുടെ സ്വന്തം കാര്യം പോലും നമ്മുടെ കൺട്രോളിലല്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. എന്ത് നമ്മുടെ താടിയിൽ തലയ്ക്കിങ്ങനെ വെള്ളമുടി വരുന്നത്? നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റാത്തത്. ഭരണമുണ്ട്, സർക്കാരുണ്ട്, പക്ഷേ ആ സർക്കാരടക്കം ഇടപെടാൻ പറ്റാത്ത ഒരു പരിധിയിലല്ലോ. നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ കാലാവസ്ഥക്കാർ പറയും. നാളത്തെ മഴ വേണ്ടെന്ന് വെച്ചത് മന്ത്രിസഭ പാസ്സാക്കും. ഇല്ല. എന്തേ കാരണം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രാത്രിയാണ്, ഇതൊക്കെ രാത്രി സമീപി വെച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി വൈകുന്നേരം വരില്ല എന്ന് പറയാൻ പറ്റും? ഇല്ല. നമ്മുടെ കൺട്രോൾ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുവെന്നത് ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യം. എങ്കിൽ അല്ലാഹു മുന്നിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ പടച്ചറബിനെ കുറിച്ച് നമ്മുടെ നിലപാടെന്താ? നേരത്തെ പറഞ്ഞല്ലോ, റളിയല്ലാഹു അൻഹും വറദു അൻഹു. അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നമുക്ക് പറയാൻ കഴിയോ പടച്ചറബിന് എന്നെ തൃപ്തിയാണ്, അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് സമാധാനിക്കാൻ ഉറപ്പുണ്ടോ? വേണ്ട. അല്ലാഹുവിനെ പറ്റി എനിക്ക് തൃപ്തിയാണ് എന്ന് പറയാൻ പറ്റും? അല്ലാഹുവിനെ തൃപ്തി വെച്ച് നമുക്ക് കഴിയാം ഉറപ്പിക്കാൻ. എന്നാൽ അല്ലാഹുവിന്റെ കാര്യത്തിൽ എനിക്ക് തൃപ്തിയാണ് എന്ന് പറയാൻ പറ്റുമോ? നബി തങ്ങൾ പറഞ്ഞു, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ വേണ്ട ഒന്നാമത്തെ കാര്യം മൻ റളിയ ബില്ലാഹി റബ്ബ. ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാം. ആർക്ക്? 3 കാര്യം ഒത്താൽ. ഒന്നാമത്തെ കാര്യം എന്താ? മൻ റളിയ ബില്ലാഹി റബ്ബ. അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവന് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാം. അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. മറ്റു ഹദീസിൽ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന
അവന് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹും അവന്റെ റസൂലുമായി മാറുക മിമ്മാ സിവാഹുമാ അല്ലാത്ത ബാക്കിയായേക്കാം. നമുക്ക് പറയാൻ പറ്റുമോ പടച്ച റബ്ബിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എനിക്ക് എന്റെ ജീവിതത്തിൽ റബ്ബ് മതി, അല്ലാഹ് മതി, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ല മതി, നിഅ്മൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായ അല്ലാഹയാണ്, തവക്കൽതുല്ലാഹ്, ആ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ സഹോദരന്മാരെ മനസ്സുകൊണ്ട് സാധിക്കുന്നു. നാവുകൊണ്ട് പക്ഷെ പറയും, നാവുകൊണ്ട് പറയും. വീട്ടിലെ മുമ്പിൽ ഫ്രെയിം എഴുതി വെച്ചിട്ടുണ്ടാവും തവക്കൽതുല്ലാഹ്, വാഹനത്തിന് മുമ്പിൽ ഇവിടെ സ്റ്റിക്കർ ഉണ്ടാവും ഹസ്ബി അല്ലാഹ്, പക്ഷേ അത് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റും. 5 നിസ്കാരം കഴിഞ്ഞാൽ നമ്മളൊക്കെ പഴയ ദിക്റിൽപ്പെട്ട ദിക്റാണല്ലോ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനുമില്ല. പടച്ചോൻ തന്നാൽ തടുക്കാൻ ആരുമില്ല, അന്ന് തടുത്താൽ തരാനും പാടില്ല. ഇത് എല്ലാ ദിവസവും പറയുന്നു. ഈ പറച്ചിൽ എത്ര കണ്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ഈ പരിശോധിക്കാൻ ഞാൻ ശുദ്ധമായിട്ടാണോ അല്ലേ നോക്കാൻ അത് മതി. ഇബ്രാഹിം സലാമിനെ അല്ലാഹ് പരീക്ഷിച്ചു. നാട്ടുകാർ കൂടി തീരുമാനിച്ചു ഇബ്രാഹിമിനെ കരിച്ചു കളയുന്നു. ഇബ്രാഹിമിന്റെ ചെറുപ്പക്കാരനെ ചുട്ടരിച്ചു കളയണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചു. ചരിത്രങ്ങളിൽ കാണാം, നാട്ടുകാർ ഐക്യകണ്ഠേന എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് തീരുമാനമെടുത്തത്. അങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ അഗ്നികുണ്ഡാരം ഒരുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടെ വിറക് അതിലേക്ക് അവരാണ് വക സംഭാവനയായി കൊണ്ടുവന്നതാണ്. അതിന്റെ കാണാം, എല്ലാവരും അവരാണ് വക വിറക്. ചിലർക്ക് ആ തീകുണ്ടാരത്തിലേക്ക് വിറക് നേർച്ചയാക്കിയതാണ്. ജീവിതത്തിലെ പല മുറാദും ഹാസിലാവാൻ, പല രോഗവും സുഖപ്പെടാൻ ഈ തീയിലേക്ക് എന്റെ വക എന്നോട് വിറക് നേർച്ച. അങ്ങനെ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് വലിയ വിറകിന്റെ കൂമ്പാരം വരിക. ആ നാട്ടിലാണ് ഇബ്രാഹിം സലാം എന്ന ചെറുപ്പക്കാരൻ, അതിന്റെ ചെറുപ്പക്കാരൻ ഒരു ഇബ്രാഹിമിന്റെ ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ട് എന്നാ ഓരോന്ന് പറഞ്ഞത് എന്ന് പറയാം. ആ ചെറുപ്പക്കാരൻ ആ നാട്ടിലെ ജീവിക്കാൻ തന്നെ കത്തിക്കാനാണ് ഈ വിറകെല്ലാം കൊണ്ടുവന്ന് കൂട്ടുന്നത് എന്ന് അറിയുമ്പോഴും ഒരു പൊറുതികേട് പോലും ഇല്ല. എന്താ ചെയ്യാ, ഒരു ബേജാറില്ല. അവസാനം അദ്ദേഹത്തെ പിടികൂടി നഗ്നയാക്കി അവരൊന്നിച്ച് അദ്ദേഹത്തെ തീയിലേക്ക് എറിയുമ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി. അതാണ് അല്ലാഹുവിന്റെ ബോധ്യം. ഇനി എന്താ ചെയ്യാതല്ല, പഠിച്ചോനെ കൈയൊഴിയല്ലോ എന്നല്ല, തീയിലേക്ക് എറിയുമ്പോഴും പറയാ ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. അല്ലാഹ് വിടപ്പെട്ടവൻ. കാരണം ഇബ്രാഹിം സലാം അല്ലാഹുവിന്റെ ശക്തിയാണ്, തീ അല്ലാഹുവിന്റെ ശക്തിയാണ്, വിറകും അല്ലാഹുവിന്റെ ശക്തിയാണ്. അല്ലാഹു തആല ഇങ്ങനെ ഓർഡർ കൊടുത്തു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയെ തണുപ്പും രക്ഷയുമായി മാറണം ഇബ്രാഹിം. പുറത്തേക്ക് ഭയങ്കര ചൂട്, ഉള്ളിൽ ഭയങ്കര തണുപ്പ്. നല്ല സുരക്ഷിതമായി തണുപ്പോടുകൂടി ഇബ്രാഹിം സലാം ആ തീ കടന്നു. ദിവസങ്ങൾ നിന്ന് കത്തി അവസാനം ആ തീ വിറകെല്ലാം കഴിഞ്ഞ് കെട്ടറുമ്പോൾ ഒന്നും സംഭവിക്കാതെ, ഒരു രോഗം പോലും പോലെ നിൽക്കാതെ അതിന്റെ അപ്പുറത്തേക്ക് വരുന്നു. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്ന ആ വിശ്വാസം, ആ ഉറപ്പ്. നമ്മൾ ചെറിയ രോഗം വന്നാൽ മതി, ആദ്യ അസുഖം വരുമ്പോ ആദ്യം ദ്വാരിക്കും ഖുർആനൊക്കെ ഓതും, അല്ലാഹ് നിശ്ചയിച്ച ചികിത്സയും ചെയ്യും. പക്ഷെ എന്നിട്ടും മാറുന്നില്ല. പിന്നെ പലയിടത്തും പോയി നോക്കി, പക്ഷെ രോഗം മാറുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ദ്വാരത്തിലെത്താൻ പറ്റൂല, വേറെ എവിടെ പോയി നോക്കുക. ഇവിടെ പോയി നോക്കാം. അപ്പൊ ചിലപ്പോൾ അവിടെ ബീവിണ്ട്, ഇവിടെ തങ്ങളുണ്ട്, അവിടെ സിദ്ധരുണ്ട്, അവിടെ ഹോജുണ്ട്, അവിടെ ജാറുണ്ട്, അവിടെ പോയാൽ മതി. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്തിന്? കുറേയൊക്കെ ദ്വാരം നോക്കി
പക്ഷെ കാര്യമില്ല, ഇനി എവിടെയെങ്കിലും പോയി വെക്കുക. അപ്പൊ അള്ളാഹ് ചോദിച്ചിട്ട് കിട്ടാത്തത് ഇനി അല്ലാത്തത് പോയി വെക്കുക, അവിടെ കിട്ടുമെന്നുള്ളത്. അതല്ല അർത്ഥം. ആരെങ്കിലൊക്കെ വരും വീട്ടില് എങ്ങനെയുണ്ട് അസുഖം, ഒരു മാറ്റമില്ല, എന്താ ചെയ്യുക, ഒന്നില്ല, ഞാൻ തോൽക്കുന്നുണ്ട്, എല്ലാവരും തോൽക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ അവിടെ ബീവിയോടെ പോയി വെക്കുക. ഇവിടെ നമ്മുടെ ബീമാൻ ചിലപ്പോ ചെല്ലുമ്പോ ബീവിയില്ല, എന്റെ ബീവിക്ക് സുഖമില്ല, അന്ന് പരിശോധന ഇല്ല, ഇന്ന് പരിശോധന ഇല്ല, ബീവിക്ക് സുഖം പോരാ, അപ്പ ആലോചിക്കുക അവിടേക്ക് ഞാൻ പോകുന്നത് ഇല്ല. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം അത്രയുണ്ട്. നേരെ മറിച്ച് എന്റെ റബ്ബ് നിശ്ചയിച്ചത് അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു. ആ റബ്ബ് അനുവദിച്ച ഹലാലായ ചികിത്സാ വഴികൾ അത് ഉപയോഗപ്പെടുത്താം. ആ ചികിത്സ സ്വീകരിക്കുമ്പോഴും മനസ്സെന്താ, മരുന്ന് കഴിക്കുമ്പോൾ എന്താ മനസ്സ്, മരുന്ന് രോഗം മാറ്റുകയില്ല, രോഗം മാറ്റുന്നവൻ അല്ലാഹു. മരുന്ന് നിമിത്തം മാത്രം, മരുന്ന് എന്ന നിമിത്തം മാത്രം, മരുന്ന് ശിഫ നൽകൂല, ശിഫ നൽകുന്നവൻ അല്ലാഹ്. ആ ശിഫക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യത്യസ്തങ്ങളായ വ്യവസ്ഥയുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യവസ്ഥ മാത്രമാണ് മരുന്ന്. അല്ലെങ്കിൽ മരുന്ന് കഴിച്ച എല്ലാവർക്കും മാറണം. ഒരേ രോഗത്തിന് ഒരേ ഡോക്ടർക്ക് 10 ആൾ വന്നു, 10 ആൾക്കും ഒരേ മരുന്ന് കൊടുത്തു, 4 ആൾക്ക് മാറി, 6 ആൾക്ക് മാറിയില്ല. എന്താ അങ്ങനെയാണ്? ഭക്ഷണം വിശപ്പ് മാറ്റില്ല, വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹ്. ഭക്ഷണം അതിന് ഒരു നിമിത്തം മാത്രം. അതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവ്വസ്തും. ഒരാൾക്ക് ഭക്ഷണം വാങ്ങിത്തന്നു, എന്നാലും നിനക്കാണ് സർവ്വസ്തും എന്ന് പറയില്ല, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവ്വസ്തും. കാരണം ഇവന് ഭക്ഷണം വാങ്ങി തരാനേ കഴിയും. വിശപ്പ് മാറ്റാൻ ഒരു കഴിയോ? കഴിയില്ല. അയാൾ ഭക്ഷണം വാങ്ങി തന്നു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ വിശപ്പിന് യാതൊരു സമരവുമില്ല, എന്നാ ശരി, ഒരു ചോറ് വാങ്ങിക്കുന്നത്, എത്ര ചോറ് വാങ്ങിത്തരാം, പക്ഷെ എല്ലാം കഴിച്ചിട്ടും വിശപ്പ് മാറുന്നില്ല, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഭക്ഷണം വേണമെങ്കിലും തരാം, വെള്ളം വേണമെങ്കിലും തരാം, ദാഹം മാറുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ദാഹം ശമിപ്പിക്കുന്നവൻ അല്ലാഹ്, രോഗം ശമിപ്പിക്കുന്നവൻ അല്ലാഹ്. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. നിങ്ങളെ രോഗിയെ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഇശ്ഫി, നീ ശിഫ നൽകണേ അല്ലാഹ്. അൻത ശാഫി, നീയാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നീ നൽകുന്ന സമരമല്ലാതെ മറ്റൊരു സമരമില്ല റബ്ബേ. നബിയുടെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിമിന്റെ പ്രാർത്ഥന കാണാം, ഞാൻ രോഗിയായാൽ അവനാണ് ശിഫ നൽകുന്നവൻ. ശിഫ നൽകുന്നത് അല്ലാഹു തആല മാത്രം. അല്ലാഹു അനുവദിച്ച ഹലാലായ രീതികളെ, ചികിത്സകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അല്ലാതെ തങ്ങളോട് പറഞ്ഞാൽ മതി ആ സോക്കോട്ട് മാറും, അങ്ങനെ ഒന്നില്ല. തങ്ങളൊരു വാക്ക് മതി, ഒന്ന് പറഞ്ഞാൽ മതി, ഒരു തോന്നിയാൽ മതി, ഒരു നൂല് മതി, ഒരു വെള്ളം മതി, ഒരു ഏലസ് മതി, ഇല്ല സഹോദരികളെ. അതൊന്നും രോഗത്തെ ശിഫയാക്കാൻ അല്ലാഹു റസൂൽ നിശ്ചയിച്ച വഴികളല്ല. ഒന്നുകിൽ ബാഹ്യമായി തെളിഞ്ഞു കിട്ടിയ അനുഭവത്തിലൂടെ, പരിശോധനയിലൂടെ തെളിഞ്ഞു കിട്ടിയ ബാഹ്യമായ വഴികളാകണം, അല്ലെങ്കിൽ അല്ലാഹു റസൂൽ നിശ്ചയിച്ച ശർഈയായ കാര്യങ്ങളാവണം. ഉദാഹരണമായി സംസം വെള്ളം, അതിനെ ഞങ്ങൾ പറഞ്ഞു, അത് രോഗശമനമാണ്, അത് മതി, ഞാൻ പരിശോധിച്ചറിയണമെന്നില്ല. അത് ശർഈ നിശ്ചയിച്ചു, ഇസ്ലാം നിശ്ചയിച്ചതു, അല്ലാഹു നിശ്ചയിച്ചതു, അത് മതി. ദുആ രോഗശമനമാണ് എന്ന് ഹദീസ് ഖുർആൻ പഠിപ്പിച്ചു, അത് ശർഈയായ ഒരു സബബാണ്. എന്നാൽ അങ്ങനെ സബബല്ല ഏലസ്, അതിൽപ്പെട്ടതല്ല ഉറുക്ക്, അതിൽപ്പെട്ടതല്ല നൂല്, ചരടുകൾ, ഒന്നും അതല്ല. പക്ഷേ മുസ്ലിം ഉമ്മത്തിലെ നല്ലൊരു ശതമാനം ആളുകളുടെയും കയ്യിലും കാലിലും വരയിലും കഴുത്തിലുമൊക്കെ നൂലും കെട്ടി നടക്കും. ഏലസ് കെട്ടിയ കുട്ടികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വീടിന്റെ മൂലകളിൽ കുപ്പി കുഴിച്ചു കൊടുക്കുന്ന ആളുകൾ, അതേപോലെ പണം കുഴിച്ചു കൊടുക്കുന്ന ആളുകൾ, പണം എഴുതി വെക്കുന്ന ആളുകൾ എല്ലാം കാണും. എവിടെ വന്നു? വിശ്വാസത്തെ തകരാറുണ്ട്. വിശ്വാസത്തെ തകരാറുകൊണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈമാനില്ല. അല്ലാഹുവിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ
അല്ലാഹു റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നാളെ കൊണ്ട് പറയാൻ ഹദ്ദാദുകളുടെ സമൂഹത്തിൽ ചെല്ലിപ്പോകും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അത് ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇസ്ലാമിന്റെ ദീനായി തൃപ്തിപ്പെടുക, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല, മുഹമ്മദ് നബിയെ റസൂലായി തൃപ്തിപ്പെടുക. എനിക്ക് അല്ലാ മതി, റസൂൽ പഠിപ്പിച്ചത് മതി, ഇസ്ലാമിൽ എന്തുണ്ടോ അത് മതി. ഇസ്ലാം ഞാൻ മനസ്സറിഞ്ഞ് സ്വീകരിച്ച മതമാണ്, നബി ഞങ്ങൾ പഠിപ്പിച്ചതോ അതാണ് എന്റെ ദീന്, അതിനപ്പുറം ദീനില്ല എന്ന് ആലോചിക്കാൻ, എന്ന് ഉൾക്കൊള്ളാൻ എപ്പോൾ കഴിയുമോ അതാണ് സുന്ദരമായത്. നമ്മൾ ആചരിക്കുന്ന എല്ലാ ആചാരവും ഒന്ന് പരിശോധിച്ചു നോക്കുക. ഇപ്പൊ റജബ് മാസം ഇന്ന് 1 നല്ല മാസങ്ങൾ തുടങ്ങി വാട്സപ്പിൽ വരുന്ന ഓരോന്നിന്റെ ഇന്ന് ചെല്ലാണ് നിൽക്കുന്നത്, നാളെ ചെല്ലാണ് നിൽക്കുന്നത്, 30 ചെല്ലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരികയാണ്. എത്രയാണ് പിന്നൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ച് എത്രയോ നമുക്ക് അയച്ചു. ഇത് ശരിയാണ് ഉസ്താദേ, ഇതുണ്ടോ ഉസ്താദേ എന്ന് വെച്ചാൽ പലരും അയച്ചു തരാം. ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുണ്ടായി. റജബ് മാസത്തിൽ ഇസ്ലാം നിശ്ചയിച്ച ചില സവിശേഷതയുണ്ട്. അതെന്താ? യുദ്ധഹറാമായ പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ്. പറഞ്ഞു إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം 12 ആണ് അല്ലാഹുവിന്റെ കണക്കിൽ. അതിൽ 4 പവിത്രമാണ്. ആ 4ൽപ്പെട്ട ഒന്നാണ് റജബ്. റജബ് മാസം പവിത്രമാണ്. അവൻ എന്താ ചെയ്യേണ്ടത്? അന്ന് അക്രമങ്ങൾ പാടില്ല, യുദ്ധങ്ങൾ പാടില്ല. ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് ഉൽമ ചെയ്യാൻ പാടില്ല, അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല. അതാണ് നമുക്കുള്ള കടമ. എന്നാൽ നബികൾ വരുന്നതിന് മുമ്പ് ജാഹിലിയ്യ കാലത്ത് മക്കയിലെ അറബികൾ റജബ് മാസത്തെ പ്രത്യേകമായി അവർ ആചരിച്ചിരുന്നു. ഗോത്രമുണ്ട് മക്കയിൽ. മുതറുകാരാണ് റജബിന്റെ ആളുകൾ. പഴയ കാലത്ത് നബികൾ വരുന്നതിന് മുമ്പ് റജബിന്റെ ആകുമ്പോഴേക്ക് മുതറുകാരുടെ നാട് മുഴുവൻ ആരവങ്ങൾ റജബിന് സ്വാഗതം മോദി, റജബിന് പ്രത്യേകമായ സവിശേഷത കൽപ്പിച്ച് ഒരു പ്രത്യേകമായ ഒരു ആണ്ടതിയായി അവർ റജബിനെ കണക്കാക്കി. നബികൾ പറയില്ല, അങ്ങനെയൊന്നുമില്ല. റജബ് യുദ്ധഹറാമായ മാസമാണ്. ഈ 3 മാസം തീർച്ചയായത് റജബും അതും പവിത്രമായ മാസമാണ്. അന്ന് പ്രത്യേക നിസ്കാരമോ പ്രത്യേക നോമ്പോ നബികൾ പഠിപ്പിച്ചോ ഇല്ല. പ്രത്യേക ദിക്റുണ്ടോ ഇല്ല. പ്രത്യേകമായ ഇബാദത്ത് പഠിപ്പിച്ചോ ഇല്ല. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നബിയുടെ കാലങ്ങളിൽ സ്വഹാബിമാരെ മരിച്ചു തീരുന്നതിന് മുമ്പ് പല നാടുകളും ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ചിലരൊക്കെ ബാഹ്യമായി ഇസ്ലാം സ്വീകരിച്ചു വന്നു. അവർക്ക് റജബ് മാസം വന്നപ്പോൾ 2ാമത് തുടങ്ങി ആ പഴയ ഓർമ്മ. ഉമർ കാലത്ത് റജബ് മാസം വന്നപ്പോൾ ചിലർക്ക് റജബിൽ പ്രത്യേകമായ നോമ്പ്, റജബിൽ പ്രത്യേകമായ ചില ആചാരങ്ങൾ ഒക്കെ അവിടെ സ്വകാര്യമായി നടക്കുന്നുണ്ട് എന്ന് ഉമർ ഖത്താബ് അറിഞ്ഞപ്പോൾ ഉമർ ഖത്താബ് ചെയ്ത പണി എന്തായാലും റജബ് മാസം പിറന്നുകളായി കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ഒത്ത് പോലീസ് ഓരോ പണി നാളെ മുഴുവൻ റജബിൽ ആരെങ്കിലും പ്രത്യേകിച്ച് വല്ലതും ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് റജബിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്ന ആളുകളെ കണ്ടാൽ ഈ മാസം പ്രത്യേകമായി നോമ്പെടുക്കുന്ന ആളുകളെ കണ്ടാൽ അവൻ ചാട്ടവാൾ കൊണ്ട് അടിക്കുമായിരുന്നു എന്നാണ് ഉമർ ഖത്താബിന്റെ രീതി അക്കാലത്ത്. കാരണം ഇസ്ലാമിനെ ഉൾക്കൊള്ളാതെ വന്ന പല ആളുകളും ആ പഴയ ജാഹിലിയ്യത്ത് രണ്ടാമത് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതങ്ങനെ അവസാനിച്ചത്. ഇമാം ശാഫിഈയുടെ കിതാബുൽ ഇത്സാമിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ശാമയുടെ ഹവാലിസുകളുടെ കിതാബിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കാലങ്ങൾ മുന്നോട്ട് പോയി. ഹിജ്റ 400 ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച രാത്രി
പള്ളിയിൽ ഇശാഖ് കണ്ടു ഒരു ഉസ്താദ് കയറി. നല്ല വെള്ള വസ്ത്രം ധരിച്ച, വെളുത്തു നിന്ന താഴെയുള്ള, കണ്ടാത്ത നല്ല ഈമാനുള്ള ഒരു ഉസ്താദ് വന്നു. ആർക്കും ഉസ്താദ് അറിയില്ല. അദ്ദേഹം വന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പള്ളിയുടെ മുമ്പിൽ ഒന്നാമത്തെ സൊഫ പോയിട്ട് അദ്ദേഹം നിസ്കരിക്കാൻ നിസ്കാരം ഉറക്കെ ഖുർആനോത്ത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഓത്ത്. എന്തൊരു ഓത്താണ്! അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കാതെ ദീർഘമായി ആളുകളെ നോക്കി, ഇത് ആരപ്പയ്യ, ഏതാണ് ഉസ്താദ്? അങ്ങനെ ആളുകളെ നോക്കി നിൽക്കുന്നു. അപ്പൊ ജീവിച്ച പണ്ടിൽ 1000 കൊല്ലം മുമ്പ് ജീവിച്ചാണ് അദ്ദേഹം. പറയാം, ഈ നിസ്കാരം അങ്ങനെ നീണ്ടുപോയപ്പോൾ ദീർഘമായ നിസ്കാരത്തിന്റെ ആ ഒരു സൗന്ദര്യം, അതിന്റെ ഭക്തി, ആ തഖ്വ, ആ ഖുർആനോത്ത് ഒക്കെ കേട്ടപ്പോൾ ഒരാള് അദ്ദേഹത്തിന് പിന്നിൽ പോയി മൗനമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാൾ വന്നു, പിന്നെ മൂന്നാമൻ വന്നു, നാലാമൻ വന്നു. ഇദ്ദേഹം അങ്ങനെ നിസ്കരിക്കുക. ധാരാളം ആളുകൾ ഇതിന്റെ പേരിൽ മൗനങ്ങളായി കൂടി. അങ്ങനെ രാത്രി അട്ടപ്പാതിര വരെ നിസ്കാരം, വല്ലാത്തൊരു തഖ്വ. നിസ്കാരം കഴിഞ്ഞ് ഇവരെ കാണുന്നു. നേരെ പെട്ടെന്ന് സുബഹിക്ക് വന്നപ്പോ പള്ളിക്ക് ചച്ചാവും ഇന്നലെ ആരംഭിക്കുന്ന നിസ്കാരം. എന്താണ് ഭക്തി, എന്തൊരു തഖ്വയാണ് ആ നിസ്കാരത്തിൽ. അപ്പൊ അറിയാത്തവരും കൂടാത്തവരൊക്കെ വല്ലാത്ത സങ്കടം. നമ്മൾ അറിഞ്ഞില്ലല്ലോ, അതൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ യാത്രത്തിൽ വരില്ല. ഇത് 484 വർഷം, ഏതാണ്ട് 1000 കൊല്ലം. അടുത്ത കൊല്ലം റജബിലെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ അതേ ഉസ്താദ് കൊണ്ട് പള്ളിക്ക്. അപ്പൊ എല്ലാവർക്കും ഓർമ്മ, കഴിഞ്ഞ ഉസ്താദാണല്ലോ, എവിടെ ഒരു വൃത്തിന്റെ വരില്ല. ഇശാസ്കാരെ പുറത്തേക്കല്ല, നമ്മൾ നിസ്കരിക്കില്ലേ, നിസ്കരിക്കാം. അങ്ങനെ നിസ്കാരം അന്ന് പള്ളി നിറയാൻ മാത്രം ആളുകൾ അദ്ദേഹത്തിന്റെ പിറകിൽ ജമാഅത്തിലായിരുന്നു. അതുവരെ അദ്ദേഹം പോയി. 3-ാമത്തെ കൊല്ലം അദ്ദേഹം വീണ്ടും വന്നു. റജബിലെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ. അപ്പോഴേക്ക് ആളുകൾ നാളെ കാത്തിരിക്കുകയാണ്. പള്ളി നിറഞ്ഞു കവിഞ്ഞു. ധാരാളം ആളുകൾ അവരെ ദീർഘമായി നിസ്കരിച്ചു. അടുത്ത കൊല്ലം റജബ് 1-ാമത്തെ വെള്ളിയാഴ്ച മുമ്പന്നെ കമ്മിറ്റി യോഗം കൂടി. അല്ലാതെ അടുത്ത വെള്ളിയാഴ്ച നിസ്കാരം ഉണ്ടാവുമല്ലോ, ആള് കൂടും. എന്താ പറ്റിയ സൗകര്യം കുറച്ചുകൂടി കൂട്ടണം. അങ്ങനെ പള്ളിയുടെ പുറത്തൊക്കെ സൗകര്യം ചെയ്ത് എല്ലാ ഒരുക്കങ്ങളൊക്കെ നടത്തി അങ്ങനെ കാത്തുനിന്നു. അന്ന് ഉസ്താദ് വന്നില്ല. കുറെ സമയം കാത്തുനിന്നു. അവസാന ചർച്ച, അല്ല ഉസ്താദ് പേരില്ല, അറിയില്ല. അദ്ദേഹം ഒരു അസുഖം വന്നു, അദ്ദേഹം മരിച്ചോ? അപ്പൊ ചിലരല്ല, ഇപ്പൊ അദ്ദേഹം മരിച്ചാൽ നമ്മൾ നിസ്കരിക്കണ്ടേ? അത് ശരിയാട്ടോ, ഉസ്താദ് മരിച്ചാൽ ഇവിടെ നിസ്കരിക്കാം. എന്നാ ഒരാളെ ഇമാമത്ത്, ഒരാളെ ഇമാമ നിശ്ചയിച്ചു, അയാൾ തുടങ്ങി. അങ്ങനെ എല്ലാ കൊല്ലവും റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ആ നിസ്കാരം ആ പള്ളിയിൽ നടന്നു. നിരാക്ഷേപം. 484 തുടങ്ങിയ നിസ്കാരം 600 വരെ തുടങ്ങി. 115 കൊല്ലം ആക്ഷേപമില്ലാതെ ആ പള്ളിക്ക് നിസ്കാരം വന്നു. 600 ശേഷം ആ പള്ളിയിൽ ഖതീബായി വന്നു സുൽത്താനുൽ ഉലമായി അറിയപ്പെട്ട ഇസ്സുൽ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ്. പ്രഗത്ഭനായ അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതനാണ്. 630 അദ്ദേഹം വഫാത്തായി. അദ്ദേഹം ആ പള്ളിയിൽ ഖതീബായി വന്നു. അങ്ങനെ റജബിന്റെ 19ാമത്തെ വെള്ളിയാഴ്ച അദ്ദേഹം ഖുതുബയിൽ പറഞ്ഞു, നമ്മുടെ പള്ളി കുറച്ച് കാലമായിട്ട് നിസ്കാരമുണ്ട്, ആ നിസ്കാരം ശരിയല്ല, ആ നിസ്കാരം തെളിവില്ല, നബിയെ നിസ്കരിച്ചിട്ടില്ല, സ്വഹാബിമാർ നിസ്കരിച്ചിട്ടില്ല, അവിടെ ആ നിസ്കാരം ഇക്കൊല്ലം ഉണ്ടാവുകയില്ല എന്ന് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചുകൊണ്ട് ആകെ അഭിപ്രായ വ്യത്യാസമായി, കച്ചറയായി, ബഹളമായി, ആളുകൾ രണ്ട് ചേരിയായി. എന്താ പുസ്തകം നിസ്കരിക്കാൻ പാടില്ല, അല്ലാതെ പണി നിശ്ചയിക്കാൻ പാടില്ലാമോ, ഇയാൾ എന്താണെന്ന് എവിടെ വരുന്നത്? ആകെ പ്രശ്നം ബഹളം. അദ്ദേഹത്തിന്റെ ആസ്കാരം ശരിയല്ല, തെളിവില്ല, നിസ്കരിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിനെതിരെ അവിടെ ആളുകൾ നോട്ടീസ് ഇറക്കുക. ആ നോട്ടീസിന് ആയത്ത് കൊടുത്തു,
നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം പാടില്ലാന്നോ എന്തായാലും അതിൻ്റെ നോട്ടീസ്. അദ്ദേഹം അതിന് മറുപടിയായി കൊടുത്ത് അദ്ദേഹം ഒരു കൃതി, ചെറിയൊരു റിസാല അദ്ദേഹം തയ്യാറാക്കി നാട്ടുമൊത്തം വിതരണം ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഈ നിസ്കാരത്തിലേക്ക് പഠിപ്പിച്ചതല്ല, സ്വഹാബിമാർ നിസ്കരിച്ചതല്ല, തെളിവില്ലാത്തതാണ്, പിൽക്കാലത്ത് കടന്നുകൂടിയതാണ്, ഇത് വിദഗ്ധത്താണ്, നിസ്കരിക്കാൻ പാടില്ല. അതിന് മറുപടി ഇറങ്ങി. ആ മറുപടിയിൽ ഈ നിസ്കാരത്തിന് മഹത്വം നിവേദനങ്ങൾ പറഞ്ഞു എന്ന് ഹദീസുണ്ടായിരുന്നു. നബി പറഞ്ഞിരിക്കുന്നു, റജബിലെ ആയത്തെ നിസ്കരിച്ചാൽ ഇന്ന കൂലി കിട്ടും. അങ്ങനെ ഭരണാധികാരികളെ പോയി കണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ അധികാരം ചെലുത്തിയിട്ട് ആ നിസ്കാരം നടപ്പാൻ അങ്ങനെ നിൽക്കാൻ അത് പറ്റില്ല. ഇത് സാക്ഷ്യം വഹിച്ച ഒരാൾ ചോദിക്കുക, അല്ല നിങ്ങളും ആ ജമാഅത്തിൽ പങ്കെടുത്ത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ, ഞാനും പങ്കെടുത്ത് പോയിട്ടുണ്ട്, ഞാൻ പടച്ചവരോട് തൗബ ചെയ്യും. കാരണം ഒരു അനാചാരം മതത്തിനെ പേരിൽ കയറി വന്നതിന്റെ നേർചിത്രമാണ്. ഇന്ന് ആ നിസ്കാരം നാട്ടിലില്ല, പകരം നമ്മുടെ നാട്ടിൽ നിന്ന് നോമ്പാണ്. റജബ് 27 മേറാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് കാണുന്ന ആളുകളിൽ നിങ്ങൾക്ക് എവിടെയും അന്വേഷിക്കാം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മേറാജ് യാത്ര പോയതിനു ശേഷം പിന്നെയും ഏതാണ്ട് 10-12 കൊല്ലം ജീവിച്ചു. ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ നബിതങ്ങൾ പഠിപ്പിച്ചുവോ ഞാൻ മേറാജ് പോയ ദിവസമാണ് അത് നോമ്പെടുക്കണമെന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടോ? അന്വേഷിക്കാം. ഇല്ല. റജബിൽ ഇല്ലാത്ത കെട്ടുകഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി നബിതങ്ങളുടെ പേരിൽ ധാരാളം ഹദീസുകൾ അതിൽ വ്യാജമായി ഉണ്ടാക്കി. അതിലുണ്ടാക്കിയതാണ് റജബ് 1 നോമ്പ് വെച്ചാൽ ഇത്ര കൂടിട്ടും, 2 നോമ്പ് വെച്ചാൽ ഇത്ര കൂടിട്ടും, 3 നോമ്പ് വെച്ചാൽ ഇത്ര കൂടിട്ടും എന്ന് പറഞ്ഞ് 30 വരെയുള്ള ദിവസങ്ങൾക്ക് ഓരോ കൂലി പറയുന്ന ഹദീസർക്കം ഉണ്ടാക്കി. അതിലാണ് പറഞ്ഞത് റജബ് 27 നോമ്പ് വെച്ചാൽ 2 മാസത്തെ നോമ്പിന്റെ കൂലി കിട്ടും. റജബ് 27 നോമ്പെടുത്താൽ 2 മാസത്തെ നോമ്പിന്റെ കൂലി കിട്ടുമെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒന്നുമില്ല, അവിടെ മേറാജ് നോമ്പൊന്നുമില്ല കേട്ടോ, അതിലും മേറാജ് നോമ്പൊന്നുമില്ല. റജബിൽ എല്ലാ ദിവസവും നോമ്പ് വെക്കാൻ വേണ്ടി വ്യാജ ഹദീസിനാക്കിയ കൂട്ടത്തിലാണ് 27 കയറി കൂടിയത്. ഇങ്ങനെ ധാരാളം ആളുകൾ വ്യാജമായ റിപ്പോർട്ട് നബിയുടെ പേരിൽ കള്ളമായി ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു കൽബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഗ്രന്ഥം എഴുതി, അദാഉ മാ വജബ ഫീ ബയാൻ വദഇൽ വദാഇന ഫീ റജബ്. റജബിന്റെ കാര്യത്തിൽ വ്യാജമായി ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള നിർവഹണം എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയിട്ട് അദ്ദേഹം അതിൽ പഠിപ്പിച്ചു. ഈ ഹദീസൊക്കെ വ്യാജമാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞതല്ല. ഇത് 852 മരിച്ച ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് സ്വഹീഹ് ബുഖാരിക്ക് ലോകപ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ അദ്ദേഹം മറ്റൊരു കിതാബ് എഴുതി, തബീനുൽ അജബ് ഫീ ഫളാഇൽ റജബ്. റജബിന്റെ ഫളാഇലിന്റെ വിഷയത്തിലുള്ള അത്ഭുതം വ്യക്തമാക്കൽ എന്ന പേരിൽ കിതാബിൽ സ്ഥാപിച്ചു. ഈ ഹദീസ് ഒന്നും ഉള്ളതല്ല. ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതാ സോഷ്യൽ മീഡിയകളിൽ ഇന്ന് രാവിലെ രാത്രി തുടങ്ങി ഓരോന്ന് വരും. 1-ന്റെ പ്രാർത്ഥന, 2-ന്റെ പ്രാർത്ഥന, 3-ന്റെ പ്രാർത്ഥന, നമുക്ക് റജബിനെ 30 പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്ന് പറഞ്ഞ് എന്തെല്ലാം പ്രാർത്ഥനകൾ സഹോദരങ്ങളെ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു പോവുകയാണ്. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെ നബിതങ്ങളുടെ പേരിൽ ഈ കഥ പഠിപ്പിക്കാൻ കഴിയും? നബിതങ്ങളെ പഠിപ്പിക്കാത്ത നോമ്പ് ഇസ്ലാമിൽ നോമ്പല്ല. നബിതങ്ങളെ പഠിപ്പിക്കാത്ത നിസ്കാരം ഇസ്ലാമിൽ നിസ്കാരമല്ല. നബിതങ്ങൾ ചൊല്ലാത്ത ദിക്ർ, നബിതങ്ങൾ പഠിപ്പിക്കാത്ത ദുആ, നബിതങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്ത് അത് സവിശേഷമായി കൽപ്പിച്ചുകൊണ്ട് വേണ്ടുമെങ്കിൽ ഇല്ല, ഇസ്ലാമിൽ സ്ഥാനമില്ല. അതാണ് സഹോദര ഷഹാദത്ത്. അങ്ങനെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതിനെ അറിഞ്ഞും അന്വേഷിച്ചും പഠിച്ചും ജീവിതത്തിൽ പാലിക്കുന്നവരാരോ അവരെ പറയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഇന്ന് കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ചൊല്ലുന്ന, പറയുന്ന, ചെയ്യുന്ന മിക്കവാറും നബിക്കോ സ്വഹാബത്തോ താബിഈകൾക്കോ പോയിട്ട് അടുത്ത കാലഘട്ടങ്ങൾ വരെ പരിചയമില്ലാത്ത പിൽക്കാലത്ത് കേൾക്കുകയാണ്. എല്ലാ പള്ളിക്കും ഇപ്പോൾ ഹദ്ദാദുലാത്തിയുണ്ട്,
മഗ്‌രിബിന് ശേഷം, ഇശാക്ക് മുമ്പ്, ഇശാക്ക് ശേഷമൊക്കെയായി പല പള്ളിയിലും കാണാൻ ഹദ്ദാദ്. ആരുണ്ടാക്കി വെച്ചാൽ എല്ലാവരും പറയും ബാഅലവി ഉണ്ടാക്കിയ പേരാണ്. ബാഅലവി അൽ ഹദ്ദാദ് എന്നൊരാള് 600 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഹദ്ദാദ്. 600 കൊല്ലം. ഇത് തർക്കമില്ല. ചൊല്ലുന്ന ഉസ്താദ് ഈ ഹദ്ദാദ് എന്ന് മുതലാണ് ആരംഭിച്ചത്? ഉസ്താദ് പറയും അത് 600 കൊല്ലമായി. നബികൾ എന്താ ദീൻ പഠിപ്പിച്ചത്? 1400 കൊല്ലമായി. 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ച ദീനിൽ എങ്ങനെയാണ് 600 കൊല്ലം മുമ്പ് ഒരു പുതിയ സാധനം ഉണ്ടായത്? എങ്കിൽ അത് പുത്തനാണ്, അത് ശുദ്ധമായിട്ടല്ല. മുഹീദ്ദീൻമാർ 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ട് നിന്നുണ്ടായ, കുതുബിയത്ത് 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ ഉണ്ടായതാണ്. ഹദ്ദാദ് 600 കൊല്ലം മുമ്പ് ബാഅലവി ഹദ്ദാദ് ഉണ്ടാക്കിയതാണ്. നാദിയ സ്വലാത്ത് 500 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ നിന്ന് ഇബ്രാഹിം നാസി ഉണ്ടാക്കിയതാണ്. മുർത്തബീത്ത് 700 കൊല്ലങ്ങൾക്ക് മുമ്പ് വൂസുലി എന്ന് ഉണ്ടാക്കിയതാണ്. നബിദിനാഘോഷം 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇർബലിൽ രാജാവ് രാജാവ് ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ദീനുമായി ബന്ധപ്പെടാം? എന്നാലും നല്ലതല്ലേ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പണ്ടൊക്കെ അംഗീകരിക്കണ്ടേ? സഹോദരങ്ങളെ, അത് ദീൻ നമ്മൾ പഠിക്കണം. അഹ്ലുസുന്ന വൽ ജമാഅ കേവലം അവകാശവാദം ഉന്നയിച്ചാൽ പോരാ. എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം? എന്താണ് ഇസ്ലാമിന്റെ ആചാരം? ഏറ്റവും ചുരുങ്ങിയത് ഈമാൻ കാര്യം മാറും, ഇസ്ലാം കാര്യം ചുരുക്കും. അതൊന്ന് പഠിക്കാൻ തയ്യാറായാൽ മാത്രമായി. പടച്ചറപ്പിനെ പറ്റി നമ്മുടെ മനസ്സിലുള്ള സ്ഥാനം എന്താ, നമുക്കുള്ള മഹത്വം എന്താ, ഇന്ന് അതിനേക്കാൾ സ്ഥാനം മറ്റു പലർക്കും. ഇപ്പൊ ഉസ്താദുമായ ചർച്ച എന്താ? ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് CM അടവിലാണോ അല്ലേ? കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് വളർന്ന് 33 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ CM അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹമാണോ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആള്? മുദബ്ബിറുൽ ആലം എന്നിടത്താണ് ഇപ്പോ ഉസ്താദുമാർ ചർച്ച. 30, 40, 50 കൊല്ലം കിതാബോധി അവകാശപ്പെടുന്ന ഒരുപാട് മഹല്ലിലെ ഖാദിമാരായ, ഖതീബുമാരായ, മുദരിസുമാരായ ആളുകൾ അവർ പറയാ ലോകത്തിന്റെ നിയന്ത്രണം CM അടവിലാണ്. എത്ര വലിയ വാക്കാണ്! ലോകം പോയിട്ട് അവനായ ശരീരം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന കാണാം. വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ. അല്ലാഹുവേ, എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കുന്നവരെ തുറഫത ഐൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തേക്ക് പോലും, കണ്ണിമ വെട്ടുന്ന ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അല്ലാഹ് എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കില്ല. നിബിധങ്ങളെ പ്രാർത്ഥന. കാരണം നമ്മുടെ കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ വലിച്ചു പോകും. അത്ര ദുർബലമായ നമ്മൾ. ഒന്ന് മൂത്രയിക്കാൻ മുട്ടിയാൽ പിന്നെ പിടിച്ചെടുക്കാൻ പറ്റും നോക്കി. അതല്ലേ നമ്മൾ? അത്രയുള്ളൂ. നമ്മള് ഒന്നും യാത്രയാണ്. അത്രയും ദുർബലമാണ്. ലോകത്ത് അള്ളപ്പെട്ട സൃഷ്ടികളിൽ ലഈഫായി സൃഷ്ടിക്കപ്പെട്ട ജീവി മനുഷ്യരാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ലഈഫാണ്, ദുർബലാവസ്ഥയാണ്. തുണികുപ്പായിട്ട് നല്ല ഉഷാറിനെ കെട്ടുമട്ടായി ഇറങ്ങുമ്പോ നമുക്ക് തോന്നും നമ്മുടെ അത്യാവശ്യം തിരക്കില്ല, ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്രയും ദുർബലമായ സഹോദരന്മാരെ നമ്മൾ. ഒരു സിംഹമോ കടുവയോ പുലിയോ പിന്നാലെ കൂടിയാൽ എന്താ ചെയ്യാൻ പറ്റും? വേണ്ട നായ പിന്നാലെ ചെയ്യാൻ പറ്റും. സുബീക്ക് പള്ളിയിൽ നടന്നു പോണ മനുഷ്യന്മാർക്കാണ് കയ്യിൽ മടി. എന്തിനാ? നായ്ക്കൾ സംഖ്യ. നമ്മളെക്കാൾ എത്ര ചെറുന്ന നായ. നായയുടെ കയ്യിൽ എന്താ കൃത്യം വല്ല വിശ്വാസമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. എന്താ നായ്ക്കുള്ളത്? പല്ലുണ്ട്, നമുക്ക് പല്ലുണ്ട്. എന്നിട്ടും 28, 32 പല്ലുള്ള നമ്മൾ അത്ര പല്ലില്ലാത്ത നായയെ പിടിച്ച് കളിക്കവൾ. ഒരു പൂച്ച നേറ്റിലെത്താലോ ഒരു ബേജാറായി. ഒരു കോഴി കൊത്താൻ തോന്നിയാലോ അവിടെ ബേജാറായി. ഒന്നും വേണ്ട, രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഒരു കൊതുകിങ്ങനെ പിന്നാലെ കൂടിയ പോലെ നമുക്ക് ഒരു കൊതുകിങ്ങനെ ഒപ്പം കൂടാൻ കൂടിയിട്ടില്ല വേണ്ടി നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അത് ഒന്നല്ല, ഉറങ്ങിയിട്ടില്ല, ഒരു കൊതു ഒപ്പം വിട്ട് വല്ലാതെ എടുക്കാതായിപ്പോയി. ഇതാപ്പോ നമ്മൾ അത് CM അടവുകളിലൊക്കെ നമ്മൾ CM അടവ് ജീവിച്ച കാലത്ത് മുഴുവൻ ഉറങ്ങുമ്പോ കൊതുവേട്ടാറുണ്ട്. കൊതുക് വേട്ടിട്ട് അവിടെ കിടക്കുക. അതേ കാരണം കൊതു പിടിച്ചാൽ ഹായ് മൊത്തം കണ്ടോളൂ
മൂത്രസംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടതാണ് അദ്ദേഹം. അതിനിടയിലാണ് ബാത്റൂമിൽ പോകുമ്പോൾ കാല് സ്ലിപ്പായി വീണു, കാലിന് തുടയേണ്ടി പൊട്ടി. ഒരു മാസം പ്രസ്ഥനായി. ഷുഗർ വന്നു, ഷുഗർ ഓവറായി കണ്ണിന്റെ കാഴ്ച കൂടി പോയി. അവസാന കാലത്ത് കാഴ്ച ഉണ്ടായില്ല. കാണാൻ വേണ്ട മനുഷ്യന്മാര് സലാം പറയുമ്പോൾ പരിചയമുള്ള ആളുകളാണെങ്കിൽ അദ്ദേഹം പറയും, എടാ ഇപ്പോൾ ആരെയും കാണാൻ കഴിയുന്നില്ല, ഇതിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായത്. ആ സമയത്ത് കലന്തൻ വൈദ്യനാണ് ഇവിടെ ചികിത്സിച്ചത്. ഇവിടെ കലന്തൻ വൈദ്യന് മൂപ്പ ചികിത്സയാണ് സീരമണവിൽ കഴിഞ്ഞുകൂടിയതാണ്. കാലിന്റെ വിരലിൽ മുറിവുണ്ടായി, ആ മുറിവ് പഴുത്തു. ഷുഗറുള്ളതുകൊണ്ട് മുറിവ് ഉണങ്ങുന്നില്ല, വല്ലാത്ത പഴുത്ത് പ്രയാസമായി. അവസാനം ഡോക്ടർമാർക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റണം. വേണ്ട, വിളിക്കണ്ട, അങ്ങനെ മരിക്കുന്നവരെ ആ പഴുത്ത വിരലുമായി അദ്ദേഹത്തിന് കഴിഞ്ഞുകൊണ്ടേണ്ടി വന്നു. എന്നിട്ടാണ് പറയുന്നത് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. ഓരോരുത്തരും ഉണ്ടാക്കി വളർന്ന ഓരോ പേര് ഓരോരുത്തരുടെ ഇറക്കിക്കൊണ്ടില്ല. അവരാണ് പേരിട്ടിട്ട് മനുഷ്യന്മാരെ ഈ മാറ്റിട്ട് ഇടയ്ക്കകത്ത് ആലുവയിൽ ഒരു ശേഖറങ്ങി സ്വയം പേരിട്ട് കുത്തുബുസമാൻ ഖാദിരിയ തരീഖത്തിനാണ് ആലുവ തരീഖത്തുണ്ടാക്കി വന്നു. യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരി എന്നൊരു പേരിട്ടിട്ട് രംഗത്ത് വന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി കുത്തുബുസമാൻ. ഈ നൂറ്റാണ്ടിൽ ലോകം മൊത്തം കണ്ടോട് നിൽക്കാണ്. ഇവിടെ ബന്ധപ്പെട മഞ്ചേരി പ്രസംഗിച്ചു പോയി. കുത്തുബുസമാൻ മഞ്ചേരി, കുത്തുബുസമാൻ പെരിന്തൽമണ്ണയിൽ എന്ന പോസ്റ്റർ അടിക്കുക. ലോകം മൊത്തം കണ്ടോടാണ് അദ്ദേഹം. ഇടയ്ക്കാലത്ത് മുപ്പത്തി വയറ്റുനോക്ക് കുടിച്ചു. വയറ്റുനോക്ക് കുടിച്ചു തന്നെ ഒന്നാകെ പോയി, ബോധം വിട്ടു വീണു. താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ദിവസം അഡ്മിറ്റായി. പിന്നെ അയാൾ മരിച്ചു. കൊണ്ടുപോയി മറവേ. ആ ആളെ പറ്റിയാ പറഞ്ഞത് ലോകം മൊത്തം നിയന്ത്രണം മുപ്പൽക്കാം. വയനാട് വീട്ടിൽ എത്തിക്കാൻ പറ്റാത്ത മനുഷ്യൻ. നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. എല്ലാ മനുഷ്യന്മാർക്കും അത്രയേ ഉള്ളൂ. ഉറക്കമുണ്ടാവും, മയക്കമുണ്ടാവും, ക്ഷീണമുണ്ടാവും, രോഗമുണ്ടാവും, തളർച്ചയുണ്ടാവും, വിശപ്പുണ്ടാവും, ദാഹമുണ്ടാവും. ഇതില്ലാത്തവൻ അല്ലാഹു തആല മാത്രം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഉറക്കമില്ലാത്തവൻ, മയക്കമില്ലാത്തവൻ, എന്നും ജീവിച്ചിരിപ്പുള്ളവൻ അല്ലാഹു തആല. ബാക്കി ആർക്കും അറിയില്ല. അങ്ങനത്തെ സൃഷ്ടികളെ കുറിച്ച് അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് അവരോധിച്ച് അവരോട് തേടിയാൽ മതി, അവിടെ പോയി പറഞ്ഞാൽ മതി, അവരെ ഖബറിൽ ചെന്നാൽ മതി, അവിടെ പോയി ദാനം കൂടിയാൽ മതി, അവിടെ പണം കൊടുത്താൽ മതി, അവരുടെ പേരിൽ പാട്ട് പാടിയാൽ മതി, അവരെ ആടുകൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞ ആളുകളെ ചൂഷണം ചെയ്യുമ്പോൾ അതെങ്ങനെ സഹോദരന്മാരെ തീരുമായി ബന്ധമുണ്ടാവും? അതുകൊണ്ട് മതം പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. എനിക്ക് എൻ്റെ റബ്ബ് മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധകർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എൻ്റെ പ്രാർത്ഥന പടച്ചവനോട് മാത്രം, എൻ്റെ നേർച്ച അല്ലാഹു തആലക്ക് മാത്രം, ഞാൻ സത്യം ചെയ്യൽ അല്ലാഹുവിന്റെ പേരിൽ മാത്രം, എൻ്റെ റുകൂഉം സുജൂദും റഹ്മാനായ റബ്ബിനെ മാത്രം, എൻ്റെ സർവ്വ ഇബാദത്തുകളും അല്ലാഹു തആലക്ക് മാത്രം. ഇത് അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ആൾക്ക് അറിയില്ല. എന്റെ തറവാട്ടിൽ ജോലിക്ക് വേണ്ട പ്രായമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവരോട് ദീന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നേർച്ചയുടെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നേർച്ച അല്ലാഹുക്കാണ്, അതുകൊണ്ട് അല്ലാഹുക്ക് മാത്രം നേർച്ച തരാൻ പാടുള്ളൂ. അപ്പോൾ ഒരു അനുഭവിച്ച എന്താ പറഞ്ഞ അല്ലാഹുക്ക് നേർച്ച എന്താ അല്ലാഹ് എത്തിയിട്ടാണോ? അപ്പൊ അല്ലാഹു തആലക്ക് നേർച്ച തരുക എന്നത് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് ഉമ്മത്ത് മാറി. എന്നാലും നമ്മൾ സമാധാനിക്കാൻ സുഹൃത്തന്മാരാണ്. നമ്മുടെ മുസ്ലിമാണ്, എല്ലാം തികഞ്ഞവനാണ് എന്ന് ആത്മസംതൃപ്തി അടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവനവന്റെ വാശി മാറ്റി വെച്ച് അവനവന്റെ പരലോകത്തിന് വേണ്ടി ഒരു ആത്മപഠനത്തിന് നമ്മളൊക്കെ തയ്യാറാവും. ഞാൻ എന്നെപ്പറ്റി നമ്മളെ പറ്റി ആലോചിക്കാം. കുറ്റപ്പെടുത്താനല്ല, ആക്ഷേപിക്കാനല്ല, അവനവനെ പറ്റി ആലോചിക്കാം. ഇന്ന് മരിച്ചാലും കബറിൽ പോയി കിടക്കാനുള്ളതാണ്. പിന്നാലുണ്ടാവില്ല, പിന്നെ ആരുമില്ല. മയ്യത്താളോടുകൂടി പിന്നെ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, 3 കാര്യം മയ്യത്തിന്റെ കൂടെ പോകും, 2 എണ്ണം മടങ്ങും, 1 ബാക്കി. കുടുംബം കൂടെ പോകും, സമ്പത്ത് കൂടെ പോകും, അമലുകൾ കൂടെ പോകും. അവന്റെ കുടുംബം മടങ്ങും. കബറിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ വെക്കൂല, കുറച്ചേരം വെക്കും. പിന്നെ ഒഴുത്തിങ്ങനെ പോയി 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 ഒരു പക്ഷേ മക്കളോ ആണെങ്കിൽ കുറച്ച് സമയം നിൽക്കും.
കുറച്ചെടുക്കുമ്പോഴേക്കും മറ്റൊക്കെ സമാധാനിപ്പിച്ച് തോളി പിടിച്ച് പോവാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ വാർത്താപ്പ് ഞാനും കിടക്കട്ടെ അവിടെ എന്നൊരു മോനും പറയില്ല. കുടുംബം മടങ്ങും, സ്വത്തൊക്കെ മടങ്ങിപ്പോലും ഒന്നും കൂടെ അവർക്ക് പോകില്ല. അവനെ അമല് മാത്രം ബാക്കിയാവും. നമുക്കെല്ലാം അറിയാവുന്ന ഹദീസാണ്, ഇത് സത്യമാണ്. നമ്മൾ ഇന്ന് മരിച്ചാൽ നാളെ രാവിലെ ഖബറിൽ പോയി കിടക്കേണ്ടതാണ്. ഇന്നിപ്പോ മരിച്ചാൽ ഞാൻ എപ്പോഴും മറമാടിപ്പോ ബർസഖി ജീവിതത്തിലേക്ക് കടക്കും. പിന്നെ ആരുമില്ല. പിന്നെ മഹിളകൾ പറ്റി കുടുംബം നാടും നാട്ടിലും ഒന്നും ഒപ്പമില്ല. പിന്നെ നമ്മളായി നമ്മുടെ അമലുകൾ മാത്രമായി. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു റസൂൽ എന്താണോ പഠിപ്പിച്ചത്, സ്വർഗത്തിലേക്കുള്ള വഴിയായി ഏതിനെയാണോ പരിചയപ്പെടുത്തത്, അത് ജീവിതത്തിൽ പാലിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ആ നിലയ്ക്കുള്ള പഠനത്തിന് നമ്മൾ തയ്യാറാവും. ദീന് പഠിക്കുക, ഖുർആനെ പഠിക്കുക, ഹദീസ് പഠിക്കുക. മുസ്തഫ കൂട്ടിട്ടുണ്ട്. പക്ഷേ എത്ര ആളുകൾക്ക് ഖുർആൻ ഏതായത്തിൽ തെറ്റാതെ ഓതാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിച്ചാൽ, മുസ്തഫയുടെ കുറച്ചെന്നിട്ട് ഇതാ ഇഷ്ട പേര് തരാം, ഇത് ഓതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ഓതാമെന്ന് പറയാൻ ഞങ്ങൾ എത്ര പേർക്ക് ധൈര്യമുണ്ട്? വേണ്ട. ഫാത്തിഹ എല്ലാ ദിവസവും 17 വട്ടം ഫർളായി ഓതുന്ന സൂക്തമാണ് ഫാത്തിഹ. ഇവിടുത്തെ ഒരാൾപ്പോഴും വിളിച്ചത് വരി ഈ മൈക്കൊണ്ടുന്നത് ഫാത്തിഹ ഓതി എന്ന് പറഞ്ഞാൽ ഞാൻ ഓതിക്കൊള്ളാം എന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയും? ആയിരക്കണക്കിന് തവണ ഓതിയ ഫാത്തിഹയായിട്ട് പോലും നാലാളെ മുമ്പിൽ വെച്ച് പോകാൻ നമുക്ക് ധൈര്യമില്ല. ഇതാണ് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം. ഒരു ആയത്തിനെ പോലും അർത്ഥം നമുക്കറിയില്ല. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് ഖുർആനിൽ വിളിക്കുന്നു. അത് നമ്മോടാണ്, എന്നെയാണ് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ എന്ന് വിളിക്കുന്നു. ആ വിളിയിൽ എന്നെയാണ് വിളിക്കുന്നത്. എന്റെ റബ്ബ് എന്നെ വിളിക്കുന്നു. എന്നിട്ട് ആ വിളി ഞാൻ കേട്ടിട്ടില്ല. എന്റെ റബ്ബ് എന്താ പറഞ്ഞത് ചെവി കൊടുത്തിട്ടില്ല. റബ്ബ് എന്നെ വിളിച്ചുകൊണ്ട് ഒരുപാട് കാര്യം പറഞ്ഞു. അല്ലാതെ മാത്രം ആരാധിക്കണം, പങ്കു ചേർക്കല്ല എന്ന് പ്രധാനമായി സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. നോമ്പ് പറഞ്ഞു, സക്കാത്ത് പറഞ്ഞു, ഹജ്ജ് പറഞ്ഞു. പലിശ വാങ്ങല്ല, കൊടുക്കല്ല, പഠിപ്പിച്ചു, വിജയിക്കല്ല, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കല്ല തുടങ്ങി എത്ര അധ്യാപകരാണ് അള്ളാഹു നമുക്ക് നൽകിയത്. എത്ര പേർക്ക് പറയാൻ കഴിയും? പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. മിക്കവാറും മുസ്ലിം വീടുകളൊക്കെ ഇന്ന് അറിഞ്ഞു നോക്കുമ്പോൾ പലരുടെയും ആധാരം ബാങ്കിൽ പണയത്തിലാണ്, ലോൺ എടുത്തതാണ്, മാസാമാസം പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗൗരവം തോന്നിയിട്ടില്ല. അവസാനം അടവ് തെറ്റി ജപ്തി വരുമ്പോഴാണ് ബേജാറായി ഓടി വരിക പള്ളി കമ്മിറ്റിയിലേക്ക്, സക്കാത്ത് കമ്മിറ്റിയിലേക്ക്, മഹല്ല് കമ്മിറ്റിക്ക് അപേക്ഷയുമായി വരിക. ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്, സഹായിക്കാൻ പറ്റുക. അന്നാലെ കോടതി ചെല്ലാനുണ്ട്, പന്നോത്ത് ഞാൻ എന്താ ചെയ്യാം എന്ന് ബേജാറായിട്ട് ഒരാളും ഇന്നേ വരെ നമ്മളാരെയും സമീപിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു കൊണ്ടുവരണം. അള്ളാഹിനോട് യുദ്ധം ചെയ്യുക, റസൂലിനോട് യുദ്ധം ചെയ്യുക എന്ന് ആർക്കാൻ കഴിയാൻ നമുക്ക്? ആ പണിയാണ് പലിശ വാങ്ങലും പലിശ കൊടുക്കലും. കൈക്കൂലി വലിയ നാശമാണ്, വിചാരം വലിയ നാശമാണ്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ തിന്മകളെയും പിന്നാലെ അറിഞ്ഞും അറിയാതെ നമ്മൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ പരമാവധി ശ്രദ്ധിക്കുക. നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം സൂക്ഷിക്കുക. 5 വക്ത് നിസ്കാരം നിർവഹിച്ചേ പറ്റൂ. ഒരു വക്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഒരു ഇസ്ലാമിൽ സ്ഥാനമില്ല. ഒറ്റ വക്ത്, ഒരു വക്ത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ഒരു വക്ത് ഒഴിവാക്കിയാൽ ഒരു ഇസ്ലാമിൽ സ്ഥാനമില്ല. അത്ര ഗൗരവമാണ് നിസ്കാരത്തിന്റെ കാര്യം. ബാക്കി എല്ലാത്തിനും വിട്ടുവീഴ്ച. നിസ്കാരത്തിന് വിട്ടുവീഴ്ച. നിൽക്കാൻ വയ്യേ ഇരിക്കാം, ഇരിക്കാൻ വയ്യേ കിടക്കാം. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യാം. ഉദു ചെയ്യാൻ പറ്റൂലേ, തൈമും ചെയ്യാം. അതിനും കഴിയില്ലേ, തൈമും വേണ്ട, അവിടെ നിസ്കരിക്കാം. അത്ര ഗൗരവമാണ് നിസ്കാരത്തിന്റെ കാര്യം. ഒഴിവാകുന്ന ഘട്ടമില്ല. കുത്തേറ്റ് വീണപ്പോഴാണ്, കുത്തേറ്റ് അദ്ദേഹം വീണു. അദ്ദേഹത്തെ താഴെടുത്ത് കൊണ്ടുപോയ സഹാബിമാരെ പറയാ, ഞങ്ങൾ അദ്ദേഹത്തിൽ കൊണ്ടുപോയി കിടത്തി. അദ്ദേഹത്തിന് ഓർമ്മയില്ല. ഇടനെഞ്ചിലാണ് കുത്തേറ്റത്. വലിയ മുറിവായിട്ടുണ്ട്. കുടലുകൾ അപ്പുറത്തേക്ക് ചായുണ്ട്. വെള്ളം കൊടുത്തു ഞങ്ങൾ. ആ വെള്ളം ഇതിലൂടെ പുറത്തേക്ക് വന്നു. അത്രയും ഗൗരവമുള്ള മുറിവാണെന്ന് മനസ്സിലായി. വിളിച്ചിട്ട് യാതൊരു മുണ്ടാട്ടവുമില്ല. ഞങ്ങൾ പറഞ്ഞു തമ്മിൽ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു നോക്കുക. നമുക്ക് തമ്മിൽ ലേശം കിട്ടാൻ പറ്റുമെങ്കിൽ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാകില്ല. നിസ്കരിക്കണ്ടേ? അപ്പൊ അദ്ദേഹം കണ്ണു തുറന്നു.
നിസ്കാരത്തിലെ കാര്യം അദ്ദേഹം പറഞ്ഞു, നിസ്കരിക്കാത്ത സ്ഥാനമില്ലാതെ നിബിധങ്ങൾ പറഞ്ഞിരിക്കുന്നു. ജനങ്ങൾ നിസ്കരിച്ചോ, അത് ദൈവമൊക്കെ പ്രവർത്തിച്ചു. ജനങ്ങൾ നിസ്കരിച്ചോ, അത് ജനങ്ങൾ നിസ്കരിച്ചു. ഇതാണ് നിസ്കാരത്തിലെ ഗൗരവം. സഹോദരികളെ, നിസ്കാരം പാഴാക്കി നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം പാഴാക്കുക. യാത്രയിലാണോ കസറാക്കാം, പ്രതിബന്ധങ്ങളുണ്ടോ ജമാക്കാം, ഒക്കെ പഠിച്ചുകൊണ്ട ഇളവുകളാണ്. അതൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല, നിസ്കാരം പാഴാക്കുന്നു. വീട്ടിൽ വിരുന്നേര് വന്നാൽ നിസ്കാരം കളയാം. റമദാൻ മാസം നോമ്പ് തുറക്കാൻ നാരായണ പരീക്ഷ വിളിച്ചാൽ അത് നിസ്കാരം ഒഴിവാകുന്ന രീതി വരെ നമ്മൾ ആ അടുത്ത കാലം വരെ ഉണ്ടായി. ശരിയല്ല സഹോദരങ്ങളെ, മരിച്ചു പോകാണ്ട് ഇന്ന് മരിച്ചാൽ കഴിഞ്ഞു. അതുകൊണ്ട് അവനവന്റെ ഖബറിന് വേണ്ടി, ബർസഖി ജീവിതത്തിന് വേണ്ടി, എന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുക. ആ സ്വർഗം നേടാൻ വേണ്ടി മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്നാണ് അല്ലാഹു പരിചയപ്പെടുത്തിയെങ്കിൽ ആ നിലക്കുള്ള ഒരു ജീവിത രീതിയിലേക്ക് മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ന് സൂചിപ്പിച്ച പോലെ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 10, 11 ശനി ഞായർ ദിവസങ്ങളിലായി വൈകുന്നേരം അസ്റിന് ശേഷം ആരംഭിച്ച് രാത്രി 9:30-10 മണി വരെയായി മലപ്പുറം ടൗണിന്റെ പരിസരത്ത് ദേശീയപാതയിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിൽ വിപുലമായ കേരള യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കപ്പെടുകയാണ്. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള യുവാക്കളാണ് അതിൽ പങ്കെടുക്കേണ്ടത്. അല്ലാത്തവരൊക്കെ അവിടെ നിങ്ങൾക്ക് ലൈവായി കിട്ടും. വലിയ ഫോണിലോ മറ്റൊരു കേൾക്കാം. 45 മേലുള്ളതൊന്നും അതിന് വരേണ്ട ആവശ്യമില്ല. 18 മുതൽ 45 എന്തിനാ പോലെ മാത്രം എടുക്കുന്നത്? അവരോട് മാത്രം പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കൂട്ടുമാറി പോകുന്ന ഒരുപാട് വഴികൾ, അവർക്ക് മാത്രം കിട്ടേണ്ട കുറെ ഉപദേശങ്ങൾ, അത് വളരെ കേൾക്കാൻ പാടില്ലാത്തതാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ കൂടി കേൾക്കുന്നത്, അത് ലൈവ് കൊടുക്കുന്നല്ലോ. ലൈവ് കൊടുക്കുന്നുണ്ട്, ലോകത്തെവിടെയും കേൾക്കാൻ പറ്റും. പക്ഷെ അവരെ മാത്രം വിളിച്ചുകൂട്ടി അവരറിയേണ്ടുന്ന, അവർ ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഗതികളെ പറഞ്ഞു കൊടുക്കാനാണ് സമയം. കുറേ വലിയ വലിയ പ്രസംഗങ്ങളല്ല ഇവിടെ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ യൂത്ത് കോൺഫറൻസിൽ 18 മുതൽ 25 വരെ പ്രായമുള്ള എല്ലാവരും, ആണും പെണ്ണുമൊക്കെ എല്ലാവരും പങ്കെടുക്കണം. പ്രത്യേകിച്ച് 14 ഏറ്റവും വിപുലമായ പ്രോഗ്രാമുകൾ, നല്ല വൈജ്ഞാനികമായ ക്ലാസ്സുകൾ, സംസാരങ്ങളായിട്ടും അതിലുണ്ടാവും. ആ ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്യുക. നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ തുടങ്ങി നമ്മൾ വിളിച്ചാൽ പോരാൻ സാധ്യതകൾ ആരൊക്കെയുണ്ടോ ഇവിടെയൊക്കെ അറിയിക്കുക. 14 മലപ്പുറത്തേക്ക് പോകണം, ഒരു പ്രോഗ്രാമുണ്ട്, നമുക്ക് ഒന്നിച്ച് വണ്ടിയുണ്ട്, നമ്മളെ പള്ളിക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ വണ്ടി പോരാ എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വഴികൾ നമ്മൾ ചെയ്യുക. ഒരുപക്ഷെ ഒരു മനുഷ്യന് ജീവിതത്തിൽ വഴിത്തിരിവാകാൻ അത് മതിയായിരിക്കാം. ഒരാൾ കൂട്ടിക്കൊണ്ടു പോയായിരിക്കാം അതൊക്കെ മാറ്റമാവും. ഒരുപക്ഷെ അയാൾക്ക് ഒരു ലിങ്ക് അയച്ചു കൊടുത്തായിരിക്കാം അയാളുടെ മാറ്റത്തിന് നിമിത്തമായി മാറുക. ആ നിലയ്ക്ക് നമ്മൾ ഇടപെടുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തആല ഖൈറും ബറകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.